بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين واطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق العدم فلهذه الأركان فرع وكملا يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനികളെ, ഹുസൈൻ സലഫി വന്ന് പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം എന്നെ ഉപദേശിക്കുന്നത് നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറയുന്നത്, എന്നോട് ഉപദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുക. ഒന്ന് വെച്ചുകൊടുത്താൽ മതി. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം. ഞാൻ ആയത്തോതി, ഞങ്ങൾ ആയത്തോതി ഖണ്ഡിക്കണം. ഹദീസ് ഓതി ഖണ്ഡിക്കണം. ഇമാമിങ്ങളെ കിതാബ് വായിച്ച് ഖണ്ഡിക്കണം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ ആദർശം ഉള്ളവരെയല്ലേ ആദർശം കൊണ്ട് നേരിടാൻ കഴിയൂ. ചീത്ത പറയുന്ന ആളെ ആദർശം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഞാൻ പകരം ചീത്ത പറയും. ഞാൻ ചോദിക്കുന്നു, ചീത്ത പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? പരിഹസിച്ചാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? കാഫറാക്കിയാൽ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? അബൂജഹലിന്റെ മദ്ഹ് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് നേരിടേണ്ടത്? ഇനി മൂപ്പര് പറയുന്ന അയാളുടെ എന്ത് പറഞ്ഞിട്ട് യേശുന്നില്ല. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. മൂപ്പർക്ക് ആയത്തും ഹദീസൊന്നും ഓതിയിട്ടൊന്നും ശരിയാവില്ല. ഓതുന്നത് മുഴുവൻ കളവ്, വ്യാഖ്യാനിക്കുന്നതും കളവ്. ഹദീസ് പറഞ്ഞിട്ടും യേശുന്നില്ല, കിതാബ് ഓതിയിട്ടും യേശുന്നില്ല. എനിക്ക് ഒന്നും യേശുന്നില്ല. മൂപ്പർ പറയാണ്, മൂപ്പർക്ക് ഒന്നും യേശുന്നില്ല. കാരണം മൂപ്പരെന്നെ പറഞ്ഞു ആയത്തോന്നൊക്കെ കളവ്, ഉലായിക്കൽ അൻആമി ബൽഹും അളല്ലു നോതുക. എന്നിട്ട് മുസ്ലിംമാരൊക്കെ മൃഗങ്ങളെക്കാൾ അതുപ്പതിച്ചവരാണെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും എനിക്ക് യേശുന്നില്ല. മൂപ്പർ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് ചീത്ത പറഞ്ഞാല്, ആയത്തോതിയിട്ട് ചീത്ത പറഞ്ഞാൽ ഞാൻ നിർത്തുന്ന മൂപ്പർ വിചാരിച്ച് യേശുന്നില്ല എന്നുള്ളതാണ് മൂപ്പരെ സങ്കടം. യേശുന്നില്ല. ഞാൻ പിന്നെയും കേറിയിട്ട് പ്രസംഗിക്കുന്നു, പിന്നെയും ആയത്തോതുന്നു, പിന്നെയും മറുപടി പറയുന്നു, യേശുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സങ്കടം. അയാൾ പറയാണ് യേശുന്നില്ല എന്നുള്ളത്. ഇനിയും നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹത്തിന്റെ ആദർശം കേട്ടോളൂ. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് എളിച്ച്. ആദർശം കണ്ടില്ലേ? ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം. അയാൾ ആയത്തോതിയാൽ ആയത്ത് കൊണ്ട് മറുപടി ഇടണം. ആയത്തങ്ങൾ ഇപ്പൊ കേട്ട്, ഒരായത്താ ഇപ്പൊ കേട്ടത്. ഇനി അടുത്തത് വെച്ചുകൊടുത്തവനെ നാണമില്ലേ, ലജ്ജയില്ല. അതെ, മൂപ്പർ ഇങ്ങനൊക്കെ പറയുന്ന ലജ്ജല്ലേ? മനസ്സിലായില്ലേ? ഇനിയും കേട്ടു. ഇനിയും വെച്ചു കൊടുക്കുവാനെ ആദർശം പറയട്ടെ. ഈ പെരുങ്കള്ള വഞ്ചകൻ, ആദർശം
ഇനി അടുത്ത ആദർശം വരട്ടെ. ഉളുപ്പ് എന്ന് പറയുന്ന മൂന്നക്ഷരം ഞാൻ പറഞ്ഞതല്ല, റഹ്മത്തുള്ളാഹി ഖാസിം പറഞ്ഞത് ഉളുപ്പ് 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 എന്നറിയേ. അപ്പൊ നിങ്ങൾ കേട്ടോ, മൂപ്പരെ വേറൊരു ആദർശമാണത്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൂപ്പരെ ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ ഒയ്യാൻ വിടൂല. ആ പറയപ്പെട്ട ആള് നിങ്ങളിത് കേട്ട് പഠിച്ചതാ. നിങ്ങളാണ് ആദ്യം അത് പറഞ്ഞത് നാദാപുരത്തുനിന്ന്. നിങ്ങൾ കേട്ട് പഠിച്ചതാണ് അയാള്. പിന്നെ അയാളെന്ന് ചോദിച്ചാൽ 3 അക്ഷരം വേറെ ആക്കിയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയാള് നിങ്ങൾ കേട്ട് പഠിച്ചതാണ്. അത് ആദ്യം നിങ്ങളാ പറഞ്ഞു ഉളുപ്പ് എന്ന് വെച്ചു കൊടുത്തവനെ. അയാൾ ആദ്യം പറഞ്ഞു പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ ആർക്ക്? അതെ. അപ്പൊ ഇത് കേട്ട് പഠിച്ചാ മറ്റേയാള്. അപ്പോ എന്നിട്ട് പിന്നെ അയാളെ തലയിൽ വെക്കണ്ട, അയാളെ പഠിപ്പിച്ച നിങ്ങളാ. ഇനി എന്താണെന്നറിയോ, മൂപ്പര ആദർശങ്ങൾ അങ്ങളിപ്പോ കേട്ടോക്കെ. ആദർശം കൊണ്ട് നേരിടണം എന്ന് അയാൾ പറയുന്നു. നാദാപുരത്ത് വന്നിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ് മുസ്ലിയാക്കന്മാരെ പറഞ്ഞതും പിന്നീടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതും ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അയാൾ പറഞ്ഞ പലതും ഞാനിപ്പോ ഇതിൽ കേൾപ്പിച്ചു. രണ്ടാമത്തതിൽ അദ്ദേഹം പറഞ്ഞതും കേൾപ്പിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ മറ്റൊരു ആദർശം എന്താണ്? പരിഹാസം. അത് നമ്മളൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളി. ജിന്നളകണ കോലം. മൂപ്പര ആദർശം പരിഹാസം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കടുത്ത പരിഹാസം. ഈ പാവപ്പെട്ട ഞാന് സിറാജുൽ ഹുദയിലേക്ക് വരുന്ന നേർച്ച സംഖ്യകൾ, അതും എവിടെ സംഘാടകർക്ക് അവരുടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കലക്ഷൻ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിറാജുൽ ഹുദയിലേക്ക് വന്ന നേർച്ച ക്യാഷ് എന്റെ കീശയിലിടാൻ വേണ്ടി പറഞ്ഞ് കാണിക്കുന്നത് നാദാപുരത്ത് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം വലിയൊരു നിധി കിട്ടിയതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്തിന്? ഞാനിങ്ങനെ കീശയിൽ പൈസ ഇടാൻ വേണ്ടി പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ. പരിഹാസം. ആ പരിഹാസം നിങ്ങളൊന്ന് കണ്ടോളൂ, ഒന്ന് കേട്ടോളൂ. അദ്ദേഹം പരിഹസിച്ചപ്പോ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ അദ്ദേഹം വിഷമം പറയുന്നതും ഒക്കെ ഒന്ന് കേട്ടോളൂ. ഈ മുസ്ലിയാക്കന്മാര് ഇങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നത് എന്തിനാണെന്നോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ അത് കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഇവരുടെ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരവസാനത്തെ CD കൂടി നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണ്. എന്താ അതിലുള്ളതെന്നോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇയാൾ പ്രസംഗിക്കുകയാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ദുന്യാവിനോട് മോഹം ഉണ്ടാവരുത്, പൈസ വാങ്ങരുത്, നമ്മളെ കൈ ഒരാളെ കൊണ്ട് മുത്തിക്കരുത് എന്നൊക്കെ ഒരു നാവ് കൊണ്ട് പറയുകയും, പിന്നെ അയാൾ എന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നിട്ട് പൈസ ഇങ്ങനെ വാങ്ങുക, കൈ ഇങ്ങനെ മുത്തിക്ക, പോക്കറ്റിൽ കൂടാ അന്യം കാണിക്ക. ഉണ്ടോ നിങ്ങൾ? അതാണ് നിന്നു പോകുന്നവർക്ക് അറിയാ. അതുകൊണ്ടാ ഈ ഭയപ്പാടൊക്കെ. അതും കൂടി ഒന്നാണ് കാണിച്ചേക്ക് പേരോടിന്റെ ആ കാപ്പട്യം മനസ്സിലാവാൻ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. കാശ് വാങ്ങണ രംഗാണ് ഇപ്പത്. അപ്പൊ കണ്ടില്ലേ, ഒക്കെ കാണില്ലേ? മുത്തനുണ്ട്, മറ്റോടത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് നിന്നു പോകും മുസ്ലിയാക്കന്മാര് വയല് കേട്ടാൽ എന്ന പേടി കൊണ്ടാണ് ഇവിടെ വയല് കേൾക്കാൻ വന്ന മുസ്ലിയാക്കന്മാർ ഇയാൾ അര മുസ്ലിയാരി എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട എന്റെ നാദാപുരത്തുള്ള പണ്ഡിതന്മാരോട്, സുഹൃത്തുക്കളോട്, മുസ്ലിയാക്കന്മാരോട്, ഈ നാട്ടിലെ ഉമ്മവെങ്ങന്മാരോട് എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, ഇത് ആഖിറത്തിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ പഠിക്കണം. കുറച്ചുപേരെ കൂടി ഇരിക്കണം സുഹൃത്തുക്കൾ. ഞാൻ അപ്പ അവസാനിപ്പിക്കും. നിങ്ങൾ സദസ്സിൽ എഴുന്നേൽക്കരുത്, അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ 2 മിനിറ്റ്. മൂപ്പര വയലങ്ങിട്ട് കേട്ടപ്പോ ആളുകളങ്ങ് എണീക്കാൻ തുടങ്ങിയില്ലേ? കാരണം മൂപ്പര വയൽ ഈ പരിഹാസം വെച്ചിട്ടുള്ള വയലങ്ങ് കേട്ടപ്പോ മനുഷ്യന്മാർ എണീക്കാൻ തുടങ്ങിയില്ലേ? മൂപ്പര കുറച്ചുകൂടി നിങ്ങൾ ഇരുന്നേരും. ഇവരെ സങ്കടം കുറച്ചുകൂടി ഇരുന്നേരൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിന് ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? സിറാജുൽ ഹുദയിലേക്ക് വരുന്ന നേർച്ചക്കാശുകൾ ഞാൻ കീശയിലിടാൻ പറഞ്ഞത്, എന്റെ പോക്കറ്റിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു എന്ന് പരിഹസിച്ചില്ല ഇദ്ദേഹം. സംഘാടകർക്ക് പിരിവെടുത്തു കൊടുക്കുമ്പോ സലാത്തി ഒല്ലി എന്നുള്ളതല്ലേ അയാൾ വലിയ കുറ്റം കണ്ടത്. അപ്പൊ സലാത്തി അല്ലല്ലേ ഹറാമാ? ആ സമയത്ത് സലാത്തിയിലെ 2 പ്രതിഫലല്ലേ? ഒന്ന് നല്ല കാര്യത്തിന് വേണ്ടി കലക്ഷൻ എടുത്തു കൊടുത്ത പ്രതിഫലം, മറ്റൊന്ന് സലാത്തി ചൊല്ലിയ പ്രതിഫലം. കുറെ ആളുകൾ സലാത്ത് ചൊല്ലിയ പ്രതിഫലം. സദഖയും സലാത്തും മുൻനിർത്തി ദ്വാരക്കാനാണിത്.
പക്ഷേ അതിന് അദ്ദേഹം പരിഹസിക്കല്ലേ ചെയ്തത്. പിന്നെ ഞാൻ എന്റെ പ്രസംഗത്തിൽ ദുന്യാവിനോട് മോഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉറപ്പന്നല്ലേ? ദുന്യാവിനോട് മോഹം ഇല്ലാത്തതുകൊണ്ടല്ലേ ആൾക്കാർ സർക്കാർ ചെയ്യുന്നത്. മോഹന്റെ പിന്നെ സർക്കാർ ചെയ്യോ? അതുപോലെ തന്നെ നമ്മളെ ആളുകൾ ബഹുമാനിക്കണം ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. ബഹുമാനിക്കണം ചിന്തിക്കാൻ പാടില്ലല്ലോ. ബഹുമാനിക്കണം ചിന്തിക്കാൻ പാടില്ല. ഒരാൾ ബഹുമാനിക്കാൻ പാടില്ല എന്നല്ല. ഒരാൾ ബഹുമാനിക്കുന്നവര് ബഹുമാനിച്ചു കൊള്ളട്ടെ, അവർക്ക് ബഹുമാനം തോന്നുന്നത് ബഹുമാനിച്ചു കൊള്ളട്ടെ. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് ബഹുമാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെ എല്ലാരും കൊണ്ട് ഞാൻ കൈപിടിച്ച് മുത്തിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ മുത്തിച്ചോ? അപ്പോ വാസ്തവത്തിൽ ഇയാള് എന്നെ പരിഹസിക്കുകയാണ്, എന്റെ ചിത്രം വെച്ച് പരിഹസിക്കുകയാണ്. ഇയാളാ പറയുന്നത് ആദർശം കൊണ്ട് നേരിടണോ? ഇതാണോ ആദർശം? ഇങ്ങനെ പരിഹസിക്കാനാണോ ആദർശം? ഖുർആനിന് ഖുർആൻ കൊണ്ട് മറുപടി പറയണം, ഹദീസിന് ഹദീസ് കൊണ്ട് മറുപടി പറയണം. അയാൾ എന്നെ ഉപദേശിക്കുന്നു. പക്ഷെ ഇയാൾ ചെയ്ത പണി എന്താണ്? ഇയാൾ പരിഹാസല്ലേ ഇയാളെ വേല. മൂപ്പര് എന്നെ മാത്രല്ല മൂപ്പരുടെ ബാപ്പനെ അടക്കം പരിഹസിച്ചു. എന്റെ പിതാവ് യാസീൻ ഓതാൻ പോയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാനും കൂടെ പോയിട്ടുണ്ട്. അല്ലാന്ന് ഞാൻ പറയുന്ന നിങ്ങൾ വിചാരിച്ചത് പോയിട്ടുണ്ട്. അയാളെ ബാപ്പ യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങി. ആ പൈസ വാങ്ങുന്നതിന് അയാൾ തന്നെ കീശയിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടിയിട്ട് മുസ്ലിംമാരെ കീശയിൽ പൈസ ഇട്ടണം യാസീൻ ഓതിയിട്ട് എന്ന് പറഞ്ഞിട്ട് നാദാപുരത്ത് പരിഹസിച്ചില്ലേ? സ്വന്തം പിതാവിനെ അടക്കം പരിഹസിച്ചില്ലേ? എല്ലാ പണ്ഡിതന്മാരെയും പരിഹസിച്ചില്ലേ? അതൊന്ന് വെച്ചു കൊടുക്കുമോനെ. മോലിയന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം. അപ്പോ എന്താണ്? കച്ചവടക്കാര് പാടില്ലേ, മറ്റൊരു പാടില്ലേ, മറ്റൊരു പാടില്ലേ, പിന്നെന്താ വേണ്ടേ? അസീനത്ത് വേണേ, നമ്മളെ പോക്കറ്റ്, മറ്റേത് വേണേ, നമ്മളെ പോക്കറ്റ്. മുസ്ലിയാക്കന്മാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ ആചാരം, കച്ചവടക്കാർക്ക് കാര്യം കിട്ടുന്നതൊക്കെ അനാചാരം. എല്ലാരെയും സ്വന്തം പിതാവിനെ അടക്കം പരിഹസിക്കല് ഒരാളെ വേല. ഇനി അടുത്ത എന്താണ്? ഭീഷണി, ഭയങ്കര ഭീഷണി. അതൊന്ന് കേട്ടോട്ടെ. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടും എന്നെ, എന്നിട്ട് വിളിക്ക്. അതാണ് മൂപ്പര് ആദർശം. ഇതിന് ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഖുർആൻ കൊണ്ട് മറുപടി പറയണം. ഖുർആൻ കൊണ്ട് ലിഫ്റ്റ് എന്ന് ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. പിന്നെ കുടുക്കൂലാന്നും ഖുർആനിൽ കാണിച്ചു കൊടുക്കണം. മറുപടി പറയണ്ടേ? ഖുർആൻ കൊണ്ട് മറുപടി പറയണം. മൂപ്പര് ആദർശങ്ങളാണല്ലോ. ഇനി കേട്ടോളെ, വേറെ മൂപ്പര് ഒരു ഭീഷണി അടുത്ത് നോക്ക്. എന്റെ ചിത്രം കാണിക്കൂ, എന്നെ തന്നെ ഞാൻ കാണിക്കും. പിന്നെ ഇയാൾ ചിത്രം കാണിച്ചിട്ട് ബേജാറാന്ന് ഞാൻ അതൊന്ന് കാണിച്ചു കൊടുത്താ, അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ. അതെ, ചിത്രസഹിതം കാണിക്കുന്നു. എന്തിന്? നാദാപുരത്ത് ഞാൻ തന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നില്ലേ? എന്ത് ചിത്ര കാണിക്കുന്നത്? മൂപ്പര് ഭീഷണിപ്പെടുത്തുകയാണ്, ചിത്രസഹിതം കാണിക്കുന്നു. എന്നാ അതിന്റെ രസം അതല്ല. ഈ ചിത്രം എന്റെ ചിത്രം കാണിക്കൂന്ന് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്തിന്റെ ചിത്രം ഞാൻ സമ്മതം ചോദിക്കാതെ കാണിച്ചത് തെറ്റായി പോയി. ആ സ്ഥലത്ത് നിന്ന് എന്റെ ചിത്രം എടുത്ത് കാണിക്കുമ്പോ എന്നോട് ചോദിച്ചിരുന്നോ? എന്റെ ചിത്രം കാണിക്കുമ്പോ എന്റെ ചിത്രം കാണിക്കുന്ന ഭീഷണിപ്പെടുത്തൽ മാത്രമല്ലല്ലോ, കാണിക്കുകയും ചെയ്തില്ലേ? ഞാൻ പൈസ വാങ്ങുന്ന പരിഹസിച്ച് കാണിച്ചില്ലേ? എന്നെ കാണിച്ച സ്ഥലത്തിന്റെ ചിത്രമല്ലേ ഞാൻ കാണിച്ചത്? അത് ഞാൻ ചോദിച്ചില്ല എന്നല്ലേ വലിയ പരാതി പറഞ്ഞത്. ഇനി മൂപ്പർക്കുള്ള വേല എന്താ? മിമിക്രി. കാര്യമായ മൂപ്പരുടെ ഒരു വേല മിമിക്രി, അഭിനയങ്ങള്. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. ഒരു കിഴവി പെണ്ണായിട്ട് അഭിനയിക്കുന്നത് കാണിച്ചു കൊടുത്താ. ആദർശ കാണുന്നോക്കെ. പിന്നെ മൂപ്പര് ഒരു വായന ഉണ്ട്. മൂപ്പർക്ക് അറബി അറിയാത്തതുകൊണ്ട് അങ്ങനെ വായിച്ചതാണ്. ആ അഭിനയം ഒന്ന് വരട്ടെ. അതെ, അത് നമ്മളെ പറ്റി പറഞ്ഞത് നമ്മൾ വാജ്പേയിന്റെ മൗലൂദ് ഓതി പോലും. വാജ്പേയിനെ പറ്റി വന്ന റിപ്പോർട്ട് വായിച്ചതാണ്. അത് മൗലൂദാണ് എന്ന് വരുത്തി തീർത്തു. പക്ഷെ മൂപ്പർക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ, വായിച്ചാ തെറ്റു. അത് മൂപ്പർ എന്ത് ചെയ്തു? മനസ്സിലാത്ത രൂപത്തിൽ വായിച്ചതാ. അതാ സംഭവം. ഇനി ജമാഅത്ത് ഇസ്ലാമിനെ പരിഹസിച്ചിട്ട്, സോൾഡാലിറ്റിനെ പരിഹസിച്ചിട്ട് മൂപ്പർ അഭിനയം ഒന്ന് വരട്ടെ. ഈ വേലയൊക്കെ നടത്തിയിട്ട് മൂപ്പര് പറയുന്നത് യേശുന്നില്ല. അതാണ് വിഷയം. ഇതൊന്നും നടത്തിയിട്ട് എത്ര ആയത്ത് കളവ് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും യേശുന്നില്ല. അപ്പൊ പിന്നെ മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? സ്വന്തത്തില് മൂപ്പര് എന്ത് കൊണ്ടുവന്നിട്ട് ഏശാണ്ടായപ്പോ കള്ളസാക്ഷികളെ ഹാജരാക്കാൻ തുടങ്ങി. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കള്ളസാക്ഷികളെ ഹാജരാക്കുക. അങ്ങനെ ഏറ്റവും വലിയ തെറ്റാണല്ലോ ഈ കള്ളസാക്ഷി പറയൽ. ഈ കള്ളസാക്ഷി പറയാനുള്ളതിന് കുറെ ആളുകൾ ഹാജരാക്കി മൂപ്പര്. അങ്ങനെ ഒരു ചങ്ങാതിനെ ഹാജരാക്കി കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ട്. എന്താ മൂപ്പര് പറഞ്ഞ കള്ളസാക്ഷി? അതൊന്ന് കേട്ടോളി. മൂപ്പര് ആ കള്ളസാക്ഷിയെ മൂപ്പര് ഹാജരാക്കുന്ന ഒന്ന് കേട്ടോളൂ. ഒരു കള്ളസാക്ഷിയെ ഹാജരാക്കിയത് എന്ന് വെച്ചുകൊടുത്താ മുമ്പത്തെ ഒരു പ്രസംഗത്തിൽ. ഇയാളെ കുറിച്ചിട്ട് ഞാൻ ഇന്ന് ഇതിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരു റിപ്പോർട്ടറെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പേരോടിന് അറിയാമായിരിക്കും. തൽക്കാലം ഒന്ന് കാണാം ആളെ.
നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം. അതാ ആ കണ്ണട വെച്ച് തൊപ്പി വെച്ച ആള്. അത് ആരാന്ന് ഞാൻ പറയേണ്ടതില്ല, പേരോട് കണ്ടിട്ട് അടുത്ത പ്രസംഗത്തിൽ പറയട്ടെ ആരാന്ന്. അയാൾ ആരാണെന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് അയാളെ പരിചയം വേണ്ടേ? ഞാൻ അയാളെ യാതൊരു പരിചയവും ഇല്ല. അതുകൊണ്ട് അയാളെ പറ്റി ഏറ്റവും പരിചയം ഉണ്ടാവുക അയാൾക്ക് എന്നല്ലേ? ആ മനുഷ്യനെ പറ്റി അയാളെ കാണാൻ അയാൾക്ക് പരിചയം ഉണ്ടാവില്ല, വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ. ഏറ്റവും കൂടുതൽ അയാളെ പരിചയം ഉണ്ടാവാതിരിക്കുക അയാൾക്ക് എന്നെ. സ്വന്തം ശരീരത്തെക്കാൾ പരിചയമുള്ള വേറെ ഉണ്ടാവുമോ? അതുകൊണ്ട് അയാൾ എന്ന് പറയട്ടെ, അയാൾ ആരാണ്? അതാണ് സുഖം. ഞാൻ അയാളെ കൊണ്ട് തന്നെ പറയിച്ചു തരാം. അയാൾ 1 നമ്പർ മുജാഹിദ്. അയാൾ എന്നാ പറയട്ടെ മോനെ ഒന്ന് വെച്ചു കൊടുത്ത തൊപ്പി വിട്ട് കൊണ്ടുവന്ന ആ മൂപ്പരെ. ആ അയാൾ എന്നാ പറയാ ഇറങ്ങിപ്പോയത്. അതിന് ശേഷം എന്നെ സ്വലാത്ത് വിരോധിയാക്കി. ഞാൻ സ്വലാത്ത് ചെല്ലാത്ത ആളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിനെ എതിർക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. മാത്രമല്ല അതിന്റെ മേലിൽ അടിക്കാനും കുത്താനും വന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് നടക്കുന്നത്, പിന്മാറി വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ, അന്നും ഞാൻ സുന്നികളുള്ള സമയത്താണ്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ. അതെ, മൂപ്പർ മുജാഹിദ് സ്ഥാനത്തിൽ വരുന്നതിന് മുമ്പുള്ള അനുഭവമാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾ ഇപ്പൊ മുജാഹിദാന്ന് ഉറച്ചല്ലോ. അപ്പൊ ഒന്നാമതായി അയാൾ എന്നെ പരിചയപ്പെടുത്തി, അയാളൊരു മുജാഹിദാണ്. ഇനി ഞാൻ മൗലവിനോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിനോ? ഇയാളെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിനോ? നിങ്ങളൊരു മുജാഹിദ് എന്നെ പറ്റി കള്ളത്തരം പറയാൻ തീരുമാനിച്ചാല് ഒരു മുജാഹിദ് വേറെ മുജാഹിദിനെ സാക്ഷി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ മൗലവി എന്നെ അയാളെ വസിന്റെ ദേശം കൂടി പോയി എന്നല്ലാതെ ഈ മൗലവി എന്നൊക്കെ പറഞ്ഞാൽ പോലെ എനിക്ക് കള്ളത്തരോ പിന്നെ മറ്റേ കൊണ്ടൊന്നും അറിയിക്കണയോ? ഇനി നിങ്ങൾ കേട്ടോളി, ഇയാള് ഈ പറഞ്ഞ ഈ വന്ന ആളുകൾ കൊണ്ടുവന്നാള് അയാള് സത്യം പറയാറില്ല. ഇടത്തും വലത്തും നോക്കിയിട്ട് ആളുകൾക്ക് ഒപ്പിച്ച് പറയലാണ് അയാളെ പതിവ് എന്ന് അയാൾ എന്നെ പറയട്ടെ വെക്കും. ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് ഞാൻ നോക്കണം. കാരണം ഞാൻ പറയുന്ന ആശയങ്ങളോട് വലതോ ഇടതോ എതിരാകുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ജോലിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കവിടെ എൻ്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ആർക്കും എവിടേക്കും തട്ടാത്ത നിലക്കുള്ള ഒരു സമീപനായിരുന്നു നമ്മൾ സുന്നി ഭാഗത്തിലുള്ള സമയത്ത് സമീപിച്ചിരുന്നത്. അയാൾ സുന്നി ഭാഗത്ത് പ്രസംഗിച്ച കാലത്ത് ചെയ്ത് ആർക്കും തട്ടാണ്ട് ഇടത്തും വലത്തും നോക്കിയിട്ട് ഒപ്പിച്ച് പറയലായിരുന്നു. അതെ, അപ്പൊ സുന്നിയിലുള്ളപ്പോ തന്നെ അയാൾ അങ്ങനെയാണ്. പിന്നെ മുജാഹിദായ എന്താ ആയിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കാരണം മൗലവി സ്വന്തം പരിഹസിച്ചിട്ടും സ്വന്തം കളവ് പറഞ്ഞിട്ടും സ്വന്തം എന്ത് ചെയ്തിട്ടും ഏശാതെയായപ്പോ വേറെ ഓരോ ആളുകളെ കള്ളസാക്ഷി പറയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനല്ലേ ചെയ്തത്? എന്നിട്ട് അയാള് പറഞ്ഞ പച്ച കള്ളം മൗലവി പറയുന്നു കേട്ടോളൂ. അബൂദാബിയിലെ അവിടുത്തെ സുന്നികളുടെ കയ്യിൽ നിന്ന് ഈ പേരോട് പോയിട്ട് എന്തു ചെയ്യുന്നു? ഫിത്ർ സക്കാത്ത് ഇവിടെ പണമായിട്ട് വാങ്ങാൻ പാടില്ല, മുജാഹിദിന്റെ പരിപാടിയാണ്, സംഘടിതമായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന പേരോട് അവിടെ വെച്ചതാ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 15 ദിർഹം വീതം ഫിത്ർ സക്കാത്തിന്റെ സംഖ്യ ഈടാക്കിയിട്ട് അത് സിറാജുൽ ഹുദയിലേക്ക് അക്കൊല്ലത്തെ ആ ഫണ്ട് സിറാജുൽ ഹുദയിലേക്ക് കൊണ്ടുവന്നു. പച്ചക്കള്ളം. ഞാൻ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി അബൂദാബിയിൽ ഞാൻ അവിടെ ചെന്ന അന്ന് മുതൽക്ക് ഈ അടുത്ത കാലം വരെ അബൂദാബിയിൽ ഉണ്ടായിരുന്ന പ്രധാന പ്രവർത്തകനും പണ്ഡിതനുമായ മഹ്മൂദ് മുസ്ലിയാരെ സ്റ്റേജിൽ കയറ്റി ഞാൻ ഇതിന് മറുപടി പറയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂദാബിയിലെ പള്ളിയിൽ വെച്ച് തന്നെ ഞാൻ ഈ സലഫി പറഞ്ഞ പച്ചക്കള്ളം അതിനെ സംബന്ധിച്ച് അബൂദാബിയിലെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്റെ CD കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വരെ പിന്നീട് സലഫി അതിനെ സംബന്ധിച്ച് പിന്നെ മിണ്ടിയില്ല. സലഫി കൊണ്ടുവന്ന ആ ശുദ്ധ നുണയനുണ്ടല്ലോ, അയാളും പിന്നെ മിണ്ടുന്നില്ല. ആ കള്ളസാക്ഷി ഉണ്ടല്ലോ, അയാളും മിണ്ടുന്നില്ല. കടുത്ത മുജാഹിദാണ് ആ കള്ളസാക്ഷി. ഇയാള് പറയുന്നേ, ഇപ്പൊ ഇയാൾ പറഞ്ഞെന്താ ആർക്കും തട്ടാണ്ട് പറയില്ല ഞാൻ സുന്നിയുള്ളപ്പോ. അതേ മനുഷ്യന്റെ നാവുകൊണ്ട് അയാൾ പറയുന്നേ, ഞാനൊരു മഹലിൽ പോയാല് ഞാൻ ഉറൂസിനും നേർച്ചക്കലിന് എതിരായിട്ട് അങ്ങ് പറയൂ. അപ്പൊ 3 മാസം ആകുമ്പോഴേക്ക് എന്നെ അവർ പിരിച്ചുവിടലാണ്. അങ്ങനെ ഒപ്പിച്ച് പറയുന്ന ആളാന്ന് പിന്നെ അയാൾ പിരിച്ചുവിട്ടു പോവോ? അതെ, അത് നോക്കട്ടെ. 3 മാസം കൊണ്ട് ഇയാള് പിരിച്ചുവിടലാണ് പോലും. കാരണം അയാള് സത്യം പറയലാണ് പോലും. അപ്പോഴൊക്കെ നമ്മൾ എന്താണ് അങ്ങനെ വിദേശത്ത് നിന്ന് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒരുവിധം പള്ളികളിലൊക്കെ ജോലി ചെയ്തു. ആ പള്ളികളിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് പറയുന്ന സമയത്തൊക്കെ 3 മാസം 4 മാസം മാത്രമേ നമുക്ക് അത്രയുള്ളൂ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ പള്ളികളിൽ. കാരണം തൗഹീദ് ഉറച്ചു പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉറൂസുകൾ, നേർച്ചകൾ, അതുപോലെ തന്നെ കുത്തുബിയത്ത്, റാത്തീബ്, അതുപോലെ ഹദ്ദാദ് പോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയത് എന്താണ്, ഒരു സുന്നിയല്ലാത്ത പ്രസ്ഥാനക്കാരനാണെന്ന് അവകാശപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്താക്കിയിരുന്നത്. അങ്ങനെ 3 മാസം നിൽക്കുമ്പോ
ഇയാൾ സത്യം പറയുമ്പോൾ ഇയാൾ പുറത്താക്കലാണ് പോലും. ആദ്യം നേരത്തെ അയാൾ ഞാൻ പറഞ്ഞ് ഞാൻ സുന്നിയിലുള്ള സമയത്ത് എടുത്തുമ്പോഴത്തെ നോക്കിയിട്ട് ഒപ്പിച്ച് പറയലാണ്. ഇപ്പൊ ഇയാൾ പറയുന്നത് സുന്നിയുടെ പള്ളിയിൽ നിൽക്കുമ്പോ ഞാൻ സത്യം തുറന്ന് പറയുമ്പോ 3 മാസം കഴിയുമ്പോൾ ഓരോ സ്ഥലത്തും പുറത്താക്കലാണ്. ഇതിലേതാ ശരി? ആദ്യം പറഞ്ഞോ ശരി, രണ്ടാമത് പറഞ്ഞോ ശരി. ഇനി ഇയാൾ കള്ളത്തരം പറയുന്നേട്ടോളെ ഇയാള് പറയുന്നത് ഇയാളെ കള്ളത്തരങ്ങളാ പറയാൻ പോകുന്നത്. ഇയാള് പറയുന്നത് വ്യക്തിപരമായി പേരോട് ഹുസൈൻ സലഫീനെ വ്യക്തിപരമായിട്ട് പേരോട് പറഞ്ഞാളെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ പേരോടിനെ വ്യക്തിപരമായിട്ട് പലതും പറയാൻ നമ്മൾ തീരുമാനിച്ചതാണ്. ഇങ്ങനെ വ്യക്തിപരമായിട്ട് സലഫീനെ പേരോട് പലതും പറയുന്നത്. അപ്പൊ അതിന് പകരം പേരോടിനെ വ്യക്തിപരമായിട്ട് പറയാൻ തീരുമാനിച്ചതാണ് എന്ന് അയാൾ എന്നെ പറയുന്നു കേട്ടോളി. ഈ ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് കുറേ വ്യക്തിപരമായിട്ട് അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. അത് കേട്ടത് നമുക്ക് മാനസികമായി വളരെ വിഷമമുണ്ട്. മാത്രമല്ല ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിക്കാൻ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കും പറയാനുണ്ട്. അതെ, അപ്പൊ ഹുസൈൻ സലഫിനെ പറ്റി വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുകയാണെങ്കിൽ എന്നെ പറ്റി വ്യക്തിപരമായിട്ട് പലതും പറയാനുണ്ട്. അങ്ങനെയാണ് മൂപ്പർ ഇത് പറയാൻ ഒരുങ്ങിയത് എന്ന്. ഇത് ഒരുങ്ങാനുള്ള കാരണം മൂപ്പര് പറയും. ഓരോന്നിനോട് കാരണം പുളി നിർബന്ധമാകുന്ന കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ മൂപ്പർക്ക് ഈ കള്ളത്തരം പറയാനുണ്ടായ കാരണം എന്താണ്? അതാണ് ഇപ്പൊ പറഞ്ഞു. എന്നാൽ ഇയാൾ പച്ച കള്ളത്തരം സംഘടനയെ പറ്റി പറയുന്നത് നിങ്ങൾ നോട്ടു. ഇപ്പറഞ്ഞ ഈ തൊപ്പിട്ട കള് പറയുന്നുണ്ടല്ലോ നുണയൻ. ഈ നുണയൻ അയാള് സംഘടനയെ പറ്റി സംഘടന സുന്നിന്റെ 2 സംഘടനയും SSF-നെയും SKSF-നെയും രണ്ടിനെയും പറയാം. എങ്ങനെ പറഞ്ഞോ? ഇയാൾ പറയുന്നത് SSF-ഉം വളർന്നിട്ടുണ്ട്, SKSF-ഉം വളർന്നിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം 2 സംഘടന ഇതുവരെ വളർന്നിട്ടില്ല. SSF ഒരിക്കലും വളർന്നിട്ടില്ല, SKSF-ഉം വളർന്നിട്ടില്ല. വളർന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ പറയട്ടെ, പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ എവിടെയാ പോയെന്ന് എന്തായതെന്ന് ഇയാൾ പറയട്ടെ. അടുത്ത പ്രസംഗത്തിലല്ലേ സെൽഫി പറയട്ടെ. അപ്പൊ SKSF-ഉം ഇതുവരെ വളർന്നിട്ടില്ല, SSF-ഉം വളർന്നിട്ടില്ല. എല്ലാവർക്കും അറിയാം. ഞാൻ SKSF-ന്റെ ആളൊന്നുമല്ല, പക്ഷെ ഇല്ലാത്ത പറയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടും വളർന്നിട്ടില്ല. ഇയാൾ പറഞ്ഞ് 2 സംഘടനയും പിളർന്നിരിക്കുന്നു. ഒന്ന് ചോദിച്ചാട്ടെ, ഇയാളെ സത്യത്തിന്റെ കോലമൊന്ന് കാണല്ലോ. തുടങ്ങുന്നത് SSF വളർന്ന സമയത്ത്, SSF-ഉം SKSF-ഉം വളർന്ന സമയത്ത് പോലും അതെ, SSF-ഉം SKSF-ഉം വളർന്ന സമയത്ത് രണ്ടും ഉണ്ടായിട്ടില്ല. അതിലെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇനി കേൾക്കണോ? ഇയാൾ പറയുന്നത് അബുദാബിയിലൊക്കെ SYS-ന്റെ ക്ലാസ് ഇയാളാ നടത്തല്. ഒരു കള്ളത്തരം ഒന്നിച്ചെടുത്ത്. പിന്നെ ഞാൻ ഒരു നേരത്തെ സുന്നി പ്രവർത്തനായി അറിയപ്പെട്ടതിൻ്റെ പേരിൽ അവിടെ അബുദാബി ഈ SYS-ന്റെ കീഴിലുള്ള ഒരുവിധം ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് അബുദാബി പിന്നെ ബനിയാസി ഏരിയകളിലുള്ള ക്ലാസ്സുകളൊക്കെ SYS-ന്റെ കീഴിലുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. SYS-ന്റെ കീഴിലുള്ള ക്ലാസ്സുകളൊക്കെ അയാളാണ് പോലും എടുത്തിരുന്നത്. എന്റെ ഈ CD അബുദാബിയിൽ എത്തുമല്ലോ, ഇയാളായിരുന്നല്ലോ അബുദാബിയിലെ SYS-ന്റെ ക്ലാസ് ഒക്കെ എടുത്തിരുന്നത്. ബനിയാസിൽ ബസ് അബുദാബിയിലൊക്കെ ഇയാളാണ് എടുത്തിരുന്നത്. പിന്നെ അയാൾ പറഞ്ഞറിയോ, സുന്നി പ്രവർത്തനായി അറിയപ്പെട്ടിരുന്ന കാലത്ത് അതിനൊരു പേപ്പർ ഹാജരാക്കുവോ? അറിയപ്പെട്ടെന്ന് ഏതൊരു പേപ്പറിൽ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മൂപ്പർ ഏതൊക്കെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുമോ ഒരു CD? സുന്നി പ്രവർത്തകനായിട്ട് അറിയപ്പെട്ട ആളല്ല മൂപ്പര്. ആരാ അറിയപ്പെട്ടത്? മൂപ്പര് അറിഞ്ഞിന്, വേറെ അറിഞ്ഞിന്, വേറെ ആരും അറിഞ്ഞില്ല. അയാൾ തന്നെ അറിഞ്ഞിട്ടുള്ളൂ ആ വിഷയം. എന്നാലേ മൂപ്പര് കള്ളത്തിന് എല്ലാം പറ്റി കളവ് പറയാണ്. കളവ് പാളിപ്പോയതായാലും ഞാൻ പറയാൻ പോകുന്നത്. പാളിപ്പോയ എങ്ങനെ അറിയോ? ഇയാള് പറയുന്നത് കള്ളത്തരം വരുന്ന കോലാണ്. എന്നാ സെൽഫിയോട് തന്നെ ചോദിച്ചു വെച്ചോണ്ട് ഞങ്ങൾക്ക് കള്ളത്തരം പറയാൻ അറിയാം. എന്നാ അയാളോട് ചോദിച്ചു വെച്ചോണ്ടാണ് ഇയാൾക്ക് എങ്ങനെ പറയേണ്ടത്? അതെ, എന്താ ഇയാൾ പറഞ്ഞറിയോ കള്ളത്തരം പറഞ്ഞത്? ഇയാൾ പറഞ്ഞില്ല, ഇവര് സുന്നികൾ അബുദാബിയില് അരിയായിരുന്നു ഫിത്ർ സക്കാത്ത് പിരിച്ചെടുക്കാറ്. ഇയാൾ പറയാ അരിയായിരുന്നു ഫിത്ർ സക്കാത്ത് പിരിച്ചെടുക്കാറ്. നമ്മൾ ഫിത്ർ സക്കാത്ത് തന്നെ പിരിക്കലില്ലല്ലോ. അരി പിരിക്കണമെങ്കിൽ ആദ്യം ഫിത്ർ സക്കാത്ത് പിരിക്കാൻ തന്നെ പരിപാടി തന്നെ നമുക്കില്ലല്ലോ. എന്നിട്ട് ഇയാൾ പറയും അരിയായിരുന്നു ആദ്യം പിരിക്കാറ്. അങ്ങനെ പിന്നെ പേരോട് എന്ത് ചെയ്തു? പേരോട് അവിടെ വന്നപ്പോ ഒരു നോട്ടീസ് ഒട്ടിച്ചേച്ചി എട്ടുന്ന് ഇക്കൊല്ലെല്ലാവരും 15 ദിർഹം കൊണ്ട് തന്നാ മതി. അപ്പൊ പേരോടിന് ചോദ്യം വന്ന്, ഇങ്ങനെ 15 ദിർഹം പണം വാങ്ങാവോ നമുക്ക് ഫിത്ർ സക്കാത്തിന്? അപ്പൊ പേരോട് എന്ത് പറഞ്ഞു? പേരോട് പറഞ്ഞു നമുക്ക് അരി കൊണ്ടുപോകാൻ ഭയങ്കര വിഷമാ കുറ്റിയാടിയൊക്കെ, അതുകൊണ്ട് പണം ആയാലും നമുക്ക് കൊണ്ടുപോകാൻ സുഖ. അപ്പൊ ഇക്കൊല്ലത്തെ ഫണ്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാതെ പേരോട് ദുർവ്യാഖ്യാനം ഉണ്ടാക്കി എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ആദ്യം ഒന്ന് ആലോചിക്കണ്ടേ, ഇയാൾ ആലോചിക്കണ്ടേ, അരി പിരിക്കുക എന്നുള്ള പരിപാടി പണ്ട് തന്നെ സുന്നികൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഫിത്ർ സക്കാത്തിന്റെ അരി പിരിക്കലുണ്ടോ? ഇല്ല. രണ്ടാമത്തത് അരി പിരിക്കലിനെ മുമ്പേന്നില്ല. പിന്നെ 15 രൂപ പിരിച്ചു എന്നാ പറയും, അതുണ്ടോ? അങ്ങനെ പരിപാടിയില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പരിപാടി അവിടെ ചെയ്താൽ അപ്പോ
ഞാനത് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒച്ചപ്പാട്, പഠിച്ചവനെ പേടിയിൽ വേറെ അടക്കട്ടെ, ഒച്ചപ്പാട് ഇങ്ങനെ തീരലുണ്ടാവോ? ഇയാളൊരു കളവ് പറയുമ്പോ ലേശം ആലോചിച്ചിട്ട് പറയണ്ടേ? കളവ് പറയുമ്പോ ഇതൊന്ന് കേട്ടോളി, അയാൾ പറയുന്നത് അതിൽ പാളിപ്പോയതൊന്ന് കേട്ടോളി എന്ന് വെച്ചു കൊടുത്താ മനെ. 15 ദിർഹം ആദ്യം അരിയായിരം വാങ്ങല്, പിന്നെ 15 ദിർഹം വാങ്ങി തന്നെ വെച്ചു കൊടുത്ത. അബുദാബിയിൽ അതുവരേക്കും അവർ ഈ അവിടുത്തെ അരിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സാധാരണ അവർ പറയാറെന്ന് പറഞ്ഞാൽ അരിയല്ലാത്ത നിലക്ക് പൈസകൾ പിരിക്കുന്നതും അത് മറ്റൊരുത്തനെ സക്കാത്തായി ഏൽപ്പിക്കുന്നതൊക്കെ തെറ്റാണ്. അതൊക്കെ വിധേയി പ്രസ്ഥാനക്കാരുടെ പിന്നെ ശൈലികളാണ്, നമുക്ക് ഒരിക്കലും യോജിച്ചതല്ല. ഇതൊക്കെയായിരുന്നു ആദ്യകാലത്തെ അവരുടെ പ്രബോധനങ്ങൾ. ഈ പ്രചരണങ്ങളിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് തന്നെ ഒരു സമയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി UAE വരികയും അവർ SYSന്റെ ഓഫീസിൽ ഒരു നോട്ടീസ് ഒതുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് എല്ലാവരും 15 ദിർഹം തോതിൽ ഓഫീസിലേക്ക് എത്തിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബ് ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് അരിയല്ലാത്ത നിലക്ക് നാണയങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. അവരുടെ കിതാബിൽ ലാ യജൂസു നഖ്ദു ഫീ മദ്ഹബി ഷാഫി എന്നൊക്കെ അവരുടെ കിതാബിൽ കാണാം. അപ്പോൾ ഈ കണക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഷാഫിയാക്കളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും 15 ദിർഹംസ് വാങ്ങിയത് യോജിച്ചതല്ല, ഉചിതല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഈ മദ്ഹബിനെതിരല്ലേ, നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഫിത്ർ സക്കാത്തുകൾ അരിയായി സ്വീകരിച്ചാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പം അതിനെ ഒരു നമ്മൾ തുകയായിട്ട് അല്ലെങ്കിൽ പൈസയായി സ്വീകരിച്ചാൽ അത് നമ്മളെ കോളേജിനും നമ്മളെ സ്ഥാപനങ്ങൾക്കും ഉപകരിക്കും എന്ന ഒരു താൽക്കാലിക ഒരു വ്യാഖ്യാനം കണ്ടെത്തിയിട്ടാണ് ആ 15 ദിർഹംസ് അവിടെ വാങ്ങിയത്. കണ്ടില്ലേ, മൂപ്പർ ആലോചിച്ച് പറയുന്നുണ്ടല്ലേ, മൂപ്പർ ഇങ്ങനെ ആലോചിച്ച് പറയാ. ഇനി എന്താ പറയേണ്ടത് ആലോചിച്ച് പറയാൻ. അരി നമ്മൾ ആദ്യം അവിടെ വാങ്ങാറുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അരി പിരിക്കലുണ്ടായിരുന്നല്ലോ നമ്മൾ ആദ്യം. ഇനി പിന്നെ എന്ത് ചെയ്തു, ഒരു കൊല്ലം 15 ദിർഹമാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായി പോയിട്ട് അരി എന്ന് പറയാന് ഇവിടുന്ന് ഞങ്ങൾ ഇരിക്കലുണ്ടോ ഫിത്ർ സക്കാത്തിന്റെ അരി? അത് നിങ്ങൾ ഏർപ്പാടല്ലേ ഫിത്ർ സക്കാത്തിന്റെ അരി പിരിക്കല്? ഞങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും സക്കാത്തിന്റെ പൈസ പിരിക്കാറുണ്ടോ, സക്കാത്തിന്റെ അരി പിരിക്കാറുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ നമുക്ക്? പക്ഷെ ഇയാൾക്ക് ഇത് അറിഞ്ഞൂടല്ലോ, നമ്മളാശയം എന്താന്ന് മൂപ്പർക്ക് അറിഞ്ഞൂടല്ലോ. മൂപ്പർ ഒപ്പിച്ച് പറഞ്ഞല്ലേ ഈ 15 ദിർഹം ഫിത്ർ സക്കാത്ത് കൊടുക്കുക, എന്നിട്ട് അരി കൊടുക്കാതെ അങ്ങനെ ചിലര് ചെയ്യുന്നത് കണ്ടിട്ട് പോയ അന്ന് മുതൽക്ക് ഇക്കഴിഞ്ഞ റമദാൻ വരെ അതിനെതിരായിട്ട് പ്രസംഗിച്ച ആളാ ഞാൻ. ഫിത്ർ സക്കാത്ത് നിങ്ങൾ 15 ദിർഹമല്ല ഷാഫി മദ്ഹബുകാർക്ക് കൊടുക്കേണ്ടത്, ഷാഫി മദ്ഹബുകാർക്ക് കൊടുക്കേണ്ടത് അരിയാണ്, അത് പാവപ്പെട്ട ആളുകൾ ധാരാളം കിട്ടും, അവർക്ക് കൊടുത്താൽ മതി. അഥവാ അങ്ങനെ കൊടുക്കാൻ ഒരു വകുപ്പും നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ ഷാഫി മദ്ഹബിലെ 2ാം കൗലെടുത്തിട്ട് നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കാലത്താക്കിയാൽ മതി എന്ന് വരെ ഞാൻ മസ്അല വ്യക്തമായിട്ട് പോയ അന്ന് മുതൽക്ക് ഇന്ന് വരെ പറയുന്ന ആളാണ്. പൊന്മള ഉസ്താദും അവിടെ വരുന്ന കാലം മുതലേ അത് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ എന്റെ പേരിലാണിത് ഇത് വെച്ചെത്തിയത്. അപ്പൊ എനിക്കിത് ഭയങ്കര അത്ഭുതമായി. ഞാനിത് കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ാം രാവ് അബുദാബിയിൽ എനിക്ക് അബ്ദുള്ള റാഷിദ് പള്ളിയിൽ പ്രസംഗം ഉണ്ടായി. ആ പ്രസംഗത്തിൽ ഞാൻ അബുദാബിയിലുള്ള മുസ്ലിമീങ്ങളെ പള്ളി നിറയെ ഇരുത്തിയിട്ട് ഈ മൗലവി പറഞ്ഞ കളവ് അവരെ മുന്നിൽ നിന്ന് പ്രസംഗിച്ച്. അപ്രസംഗിച്ചകളൊന്ന് കേട്ടോളി. അബുദാബിന്ന് ഞാൻ പ്രസംഗിച്ചത് ഈ മൗലവി പറഞ്ഞ കളവിനെ സംബന്ധിച്ച്. അബുദാബിക്കാര് കേൾക്കാൻ ഞാൻ പ്രസംഗിച്ചത് കേട്ടോളി. സഹോദരന്മാര് മനസ്സിലാക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയാണ്. ഇന്നലെ ഞാൻ ദുബായി കൂടി ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തെത്തി. അബൂബക്കർ സാഹിബ് ഉണ്ടായി. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ അന്തമാലിൽ വന്നിട്ടില്ലേ? അവൻ അന്തമാലിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോ പരിചയപ്പെട്ടവനോട് പറഞ്ഞു, ഒരു പ്രസംഗത്തിന്റെ CD ഉണ്ട് എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടു തന്നിരിക്കുന്നു, നിങ്ങൾക്കെതിരാണ്. ഞാൻ ചോദിച്ചു ഏതാണ്, ഇവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ട്. വേഗം പോയി മൂപ്പര് കൊണ്ടെത്തുന്നു. അപ്പൊ നോക്കുമ്പോ എനിക്കെതിരെ ഈ അടുത്ത് നാദാപുരത്ത് പ്രസംഗിച്ച പ്രസംഗമാണ്. അതിന് മറുപടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ CD നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല, കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഒരു തമാശ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾ അബുദാബിക്കാരായതുകൊണ്ട് പറയാം. ഈ അടുത്ത് നാദാപുരത്ത് നമ്മളെ വിരോധി ഇറക്കിയ CD-യിലെ കാര്യമായിട്ടൊരു വിഷയമുണ്ട്. എന്താ വിഷയം എന്നറിയോ? അബുദാബിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു പോലും, ഞാൻ പറഞ്ഞു പോലും എന്ത്, നിങ്ങളൊക്കെ ഫിത്ർ സക്കാത്തിന് 15 റുപ്യ എന്നെ ഏൽപ്പിച്ചാൽ മതി. അബുദാബിന്നാ ഞാനിപ്പോ ഇത് പ്രസംഗിക്കുന്നത്. നിങ്ങളൊക്കെ, ഞാനിവിടെ അബുദാബിയിൽ വരാൻ തുടങ്ങിയിട്ട് ഈ ഏകദേശം ഒരു 10-17-18 കൊല്ലായി. ഈ 18 കൊല്ലവും ഞാൻ വരുന്ന കൂടെ എല്ലാ പ്രസംഗത്തിനും എല്ലാ പരിപാടിയിലും ഉണ്ടാകുന്നവരാണ് ഇവിടെയുള്ള ഈ നേതാക്കന്മാരും അതുപോലെ പ്രായമുള്ള ആളുകളൊക്കെ. ചിലർ മരിച്ചുപോയി, അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അപ്പോ ഈ അബുദാബിന്ന് ഞാൻ പറഞ്ഞു പോലും
എല്ലാവരും 15 രൂപ ഫിത്ർ സക്കാത്തിനെ എന്നെ ഏൽപ്പിച്ചാൽ മതി, അത് നമ്മൾ സിറാജുലുദയെ കൊണ്ടിട്ട് ശരിയായിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഒരു മൊയിലാരുടെ പേരിലാ പറഞ്ഞെങ്കിൽ പിന്നെയും തർക്കമില്ലായിരുന്നു. വാസ്തവത്തിൽ ദുബായിലുള്ള ഒരു മൊയിലാരുമായിട്ട് സുബ്ഹാനല്ലാഹ് തെറ്റിയിട്ട് അയാൾ ദുബായിൽ നിന്ന് തന്നെ നാട്ടിലേക്ക് കയറിപ്പോണ്ടി വന്നത് ഈ പ്രശ്നം ഞാനുമായിട്ട് പറഞ്ഞ് തെറ്റിയതാ. ഏത് ഈ 15 രൂപ പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ശാഫഈ മദ്ഹബുകാരായതുകൊണ്ട് ശാഫഈ മദ്ഹബ് അനുസരിച്ച് ഫിത്ർ സക്കാത്തിന് ധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് പരസ്യമായി ഈ അബൂദാബിയിൽ വെച്ച് ഞാൻ എത്രയോ പ്രസംഗിച്ചതും ആര് ചോദിച്ചാലും അങ്ങനെ പറയാറുള്ളതും ആണ്. അതേ സമയത്ത് ഹനഫി മദ്ഹബുകാർക്ക് അവരുടേതായ നിയമം അനുസരിച്ച് ജീവിക്കാം, അത് വേറെ വിഷയമാണ്. അപ്പോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പച്ചക്കള്ളം എന്റെ പേരിൽ പറഞ്ഞു. പക്ഷെ ആ പ്രസംഗിക്കുന്ന ആൾക്ക് എന്ത് കളവ് പറയുന്നതിന് ഒരു പേടിയും പേടിക്കേണ്ടില്ല. കാരണം അത് ഞാൻ അടുത്ത CD-യുടെ തുടക്കത്തിൽ തന്നെ ഇനി ചില ഉദാഹരണങ്ങൾ പറയുന്നത് കേട്ട നിങ്ങൾ എന്നെ ചിരിച്ചു വീണു. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന സമയമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, ഇങ്ങനത്തെ ചില പച്ചക്കള്ളം. അപ്പൊ അതെങ്ങനെ ഉണ്ടായെന്നറിയോ? ഒരു ചങ്ങാതി ഇപ്പൊ അടുത്ത് സുന്നത്ത് ജമാഅത്തിന് രാജിവെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല, അപ്പം പോയതാണ്. ആ ചങ്ങാതിയായിട്ടൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ അവനാ പറയുന്നത്, ഞാൻ അബൂദാബിയിൽ ഉണ്ടായിരുന്നു, എന്നോട് അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് പേരോടം ചെയ്തത് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. അപ്പൊ ഏത് കളവും കണ്ണും ചിമ്മി പറയാൻ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കി, അബൂദാബിയിലുള്ള ആരെങ്കിലും ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്കും കയറ്റണം. വെറും പ്രസംഗിച്ച് മാത്രം പോരാ, അതിന് ഒരു ഇന്റർവ്യൂ നമ്മുടെ മഹമ്മൂദ് മുസ്ലിയാരോ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ എന്നിട്ട് അത് ണോന്ന് ഞാൻ വിചാരിച്ചു. നാട്ടിലുള്ളവരാന്ന് വെച്ചിട്ട് ഇവിടുന്ന് മുമ്പേ നമുക്ക് ഇങ്ങനെ ഇപ്പൊ വീഡിയോ ഈ അമ്മിക്കുട്ടി ഒന്നും എടുത്ത് വരാനും കഴിയൂലല്ലോ. അപ്പോ പറഞ്ഞു വന്നത്, അപ്പൊ അതുകൊണ്ടാണ് CD ഇറക്കാൻ കുറച്ച് താമസം തന്നെ. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു CD ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ സംഗതി മനസ്സിലാക്കി. അതിൽ കാര്യമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്നാണ്. കാര്യമായിട്ട് പ്രസംഗത്തിന്റെ ഇടയിൽ അയാൾ പറഞ്ഞത് അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്നാണ് കാര്യമായിട്ട്. അബൂജഹലിന്റെ കുറെ ബഹുമാനം പറയാം, ഇൻഷാ അല്ലാഹ് എന്റെ CD ഇറങ്ങുമ്പോൾ കേൾക്കാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചത്, ഈ ചെറുപ്പക്കാരൻ ഇത് കേട്ടാൽ, ഈ ചെറുപ്പക്കാരന് ഖുർആനെ സംബന്ധിച്ചും ഹദീസിനെ സംബന്ധിച്ചും വിവരമില്ലാത്ത ഈ ചെറുപ്പക്കാരൻ ഇത് കേട്ടാൽ അതിന്റെ അപ്പുറത്ത് എന്താണ് അയാൾ മൂടിച്ചത്, എന്താണ് അയാൾ കളവ് പറഞ്ഞത്, എന്താണ് അപ്പുറം തട്ടിപ്പ് നടത്തിയെന്ന് ഈ ചെറുപ്പക്കാരന് മനസ്സിലാവൂ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഇത് കേട്ടിട്ട് പിഴച്ചു പോയാൽ അവന്റെ ഈമാനല്ലേ പോയി പോകുന്നത്. ഇത് അബൂദാബിയിലെ അബ്ദുള്ള റാഷിദ് പള്ളിയിൽ അബൂദാബിയിലെ മുസ്ലിമീങ്ങൾ ആയിരക്കണക്കിന് ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ച് ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്. പച്ചക്കള്ളമാണ് ഈ മൗലവി പറയുന്നത്. അബൂദാബി എന്നാ പറയും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തൊപ്പിട്ട ചങ്ങാതി ഉണ്ടല്ലോ, അയാൾക്ക് ധൈര്യമുണ്ടോ ഇതുപോലെ അബൂദാബിയിൽ വന്നിട്ട് അയാൾ പറഞ്ഞ കളവെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ കളവാണ് എന്ന് ഞാൻ അബൂദാബി പോയിട്ട് പ്രസംഗിച്ചപ്പോ കേൾപ്പിച്ചത്. അയാൾക്ക് ധൈര്യമുണ്ടോ? പേരോട് ഇവിടുന്ന് 15 ദിർഹം ഈ ഫിത്ർ സക്കാത്ത് വാങ്ങിയിട്ട് അബൂദാബിയിൽ വന്നിട്ട് പറയാൻ ധൈര്യമുണ്ടോ? ഷാർജയെ തന്നെ ഇല്ലേ സെൽഫി. അതുകൊണ്ട് വിസക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ, വിസ ധാരാളം കിട്ടൂലേ. ഇനി പോകാനുള്ള ടിക്കറ്റിന്റെ പൈസയില്ലേ വേണേ ഞാൻ സിറാജിൽ നിന്ന് പിരിവെടുത്ത് തരാം. എന്നിട്ടൊന്ന് അബൂദാബിയിൽ വന്നിട്ട് പരസ്യമായിട്ടൊന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കളവ് പറയുന്നതിനുണ്ടല്ലോ, സാധാരണ മുജാഹിദീങ്ങൾ കളവ് പറയുന്നുണ്ട്, എന്നാൽ അതിനുണ്ടല്ലോ ഒരു മര്യാദ. കളവ് പറയുന്നതിനൊരു മര്യാദയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി ഈ വിഷയം ഞാൻ അബൂദാബിയിൽ പോയ അന്ന് മുതൽ ഞാൻ ഉണ്ടാകാറുള്ളത് തിരുവള്ളൂരിലെ മഹമ്മൂദ് മുസ്ലിയാർ ഉണ്ടാകുന്ന റൂമിലാണ്. അത് ചിലപ്പോൾ SVSന്റെ ഓഫീസാവും, അല്ലെ വേറെ ആവും, എന്തായാലും അയാളുള്ള റൂമിൽ എപ്പോൾ ഉണ്ടാകുക. ഞാൻ ചെന്നന്ന് മുതൽ നമ്മളെ ദീനീ സ്ഥാപനങ്ങൾക്കൊക്കെ പലരെയും പരിചയപ്പെടുന്നവർക്ക് അദ്ദേഹത്തിന് നല്ല പങ്കുണ്ട്. ആ മഹമ്മൂദ് മുസ്ലിയാർ പയ്യോളിയിൽ ഞാൻ പ്രസംഗത്തിന് ചെന്നപ്പോൾ അവിടെ ഉണ്ടായി. മഹമ്മൂദ് മുസ്ലിയാരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചങ്ങാതി കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അവിടെ SVSന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയിട്ടും മർക്കസിന്റെ പ്രധാന പ്രവർത്തകനായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ടായ ആളല്ലേ നിങ്ങൾ അതിന്റെ വസ്തുത എന്താണെന്ന് നിങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പയ്യോളി മുജാഹിദിനെ പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ച് സദസ്സെന്ന് മഹമ്മൂദ് മുസ്ലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞ അതൊന്ന് കേട്ടോളി, അതായിരിക്കും എത്തിക്കാൻ പോകുന്നത്. എന്താ ഇങ്ങോട്ട് പറഞ്ഞു, ഈ ദിർഹം 15 ദിർഹം വീതം വാങ്ങിക്കുക എന്ന സമ്പ്രദായത്തിനെതിരെ വളരെ ശക്തമായ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചതും ജനങ്ങളെ വിശദീകരണം നൽകിയതും ഒന്നാമതായിട്ട് മണ്ണിനായ പേരോട് അവരുകളാണ്. മറ്റു പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരിക്കലും 15 ദിർഹം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നതല്ല, പച്ചക്കള്ളമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരും. ആരായിരുന്നാലും
ഈ ഇഷ്ടറായി ഈ ബുഹുത്താൻ എന്താണ് ഇത് പറയേണ്ട പദം എന്ന് എനിക്ക് മനസ്സിലാകുന്ന പച്ചക്കള്ളമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അബുദാബിയിലെ ഏതാണ്ട് 23 വർഷക്കാലത്താണ് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെയും മർക്കസിന്റെയും SYSന്റെയും ചില രൂപത്തിലുള്ള സേവനങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട്. സിറാജുക്കും അതുപോലെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ നിൽക്കുന്നത്, എന്റെ ഹൃദയത്തിലുള്ളത് എല്ലാം അള്ളാഹു അറിയുമെന്നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയാണ്. ഈ 15 ദിർഹം വാങ്ങിച്ചു എന്ന് പറയുന്നത് തനിച്ച കള്ളമാണ്. അതൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഉറപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. അബുദാബിയിൽ SYSന്റെയും മർക്കസിന്റെയും സിറാജുൽ ഹുദയുടെയും ഒക്കെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനം വഹിച്ച് ഈ അടുത്ത 2-3 വർഷം മുമ്പ്, കൊല്ലം മുമ്പ് വരെ അവിടെ പ്രവർത്തിച്ച ആളാണ് മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹം നേരിൽ അനുഭവിച്ച സംഭവങ്ങളാണ് പറഞ്ഞത്. അവിടെ 15 ദിർഹം ചില ആളുകൾ വാങ്ങുന്ന ഏർപ്പാടുണ്ടായിട്ട് അത് പാടില്ല, വാങ്ങരുത്, കൊടുക്കരുത്, ഷാഫി മദ്ഹബുകാരായ നിങ്ങൾ സ്വന്തം തന്നെ ധാന്യം കൊടുക്കണം എന്ന് സവിസ്തരം പ്രസംഗിച്ച് ജനങ്ങളെ പഠിപ്പിച്ചവനാണ് വിനീതനായ ഞാൻ. എന്നിട്ട് എന്റെ പേരിലാണ് ഈ പച്ചക്കള്ളം ഈ മൗലവി തൊപ്പിയുമിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. എന്നാൽ ഇയാൾ ഒരു കാര്യം പറയുന്നുണ്ട്, തെരഫീർ കൊണ്ടാകുവരെ നിവൃത്തിയുള്ളത്. എന്താ പറയുന്നറിയോ? ആദർശം ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നത്, ആദർശം ഉണ്ടെങ്കിൽ പിന്നെ വ്യക്തിപരമായിട്ട് പറയേണ്ടിയില്ലല്ലോ. അപ്പൊ ഞമ്മ കുറച്ച് അതിന് സെലഫീർ കൊണ്ട് എന്നെയാ പറഞ്ഞത്. കാരണം ഫിത്ർ ഈ സക്കാത്ത് കമ്മിറ്റി മുഖേന പിരിച്ചിട്ട് മോശമായ നിലക്ക് കൈകാര്യം ചെയ്തത് KNMന്റെ പുസ്തകം എടുത്തിട്ട് തെളിവാണല്ലോ ഞാൻ കാണിച്ചത്. അതിന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ മൗലവി പച്ചക്കള്ളം പറഞ്ഞിട്ട് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഇയാളെ കൊണ്ടുവന്ന്. അപ്പൊ ഇയാളെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്നെ ഈ സെലഫി കൊണ്ടുവന്ന് വ്യക്തിപരമായിട്ട് പേരോണ്ടെ കൊണ്ട് കള്ളത്തരം പറയാനാണല്ലോ. ആദർശം ഉണ്ടെങ്കിൽ ഈ സെലഫിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇയാളെ മനസ്സിലുണ്ട്. അപ്പൊ അതനുസരിച്ച് അയാൾ പറഞ്ഞ് ആദർശം ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കൂല എന്ന് പറഞ്ഞ് അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. അവർ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പരാജയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശത്തിന് ആദർശം കൊണ്ട് നേരിടാതെ വരുമ്പോഴാണ് വ്യക്തി ഹത്യ നടത്തുന്നതും അതുപോലെ തന്നെ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. നേരെ മറിച്ച് ആദർശം കൊണ്ട് തന്നെ നേരിടാൻ കഴിയുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണെങ്കിൽ അയാൾക്ക് അതെന്നെ പറയാനുണ്ടല്ലോ ഇഷ്ടം പോലെ. അതെ, ആദർശം കൊണ്ട് നേരിടാൻ കഴിയെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ പോരെ. മുജാഹിദിന്റെ സക്കാത്ത് കമ്മിറ്റി പലിശ വാങ്ങുന്നതും അതുപോലെ പ്രിന്റിംഗ് ചാർജ് കൊടുത്തൊക്കെ ഞാൻ തെളിവ് പുസ്തകം കാണിക്കല്ലേ ഇത്. അതുപോലെ ചെയ്താൽ പോലെ എന്നെ കൊണ്ട് ഇങ്ങനെ കള്ളത്തരം പറയാ അയാളെ വലിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ആവശ്യമില്ലല്ലോ. പക്ഷേ നേരത്തെ സെലഫി ഒരു കാര്യം പറഞ്ഞല്ലോ, അതാണ് പേരോടിന് അറിയാമായിരിക്കും, പേരോട് കണ്ടിട്ട് പറയട്ടെ എന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇയാളെ അറിഞ്ഞേകൂടാ, അതുകൊണ്ട് എനിക്ക് അയാളെ പറ്റി പറയാൻ നിലക്കും അറിയാം. അപ്പൊ അയാൾ എന്നെ അയാളെ പരിചയപ്പെടുത്തിയ ക്ലിപ്പുകൾ അങ്ങൊക്കെ കേൾപ്പിച്ച് ഇനി സെലഫിനെ കൊണ്ട് പറയിക്കാം നമ്മള് ഇയാൾ ആരാണ്. കാരണം സെലഫിക്കെതിരെയും വന്നിട്ടുണ്ടല്ലോ ഇയാളെ പ്രസംഗത്തിന്റെ ആശയം. അതുകൊണ്ട് സെലഫി പറയട്ടെ ഇയാൾ ആരാണ് എന്ന് സെലഫി ഉണ്ടാവുന്നുണ്ട്. കാരണം അവരുടെ പരിചയമില്ലാത്ത ഞാനിങ്ങനെ ഇയാളെ പറ്റി അഭിപ്രായം പറയാ. പരിചയമുള്ള സെലഫി എന്ന് പറയട്ടെ എന്ന് വെച്ചു കൊടുത്താ മനെ. ഈ പെരുങ്കള വഞ്ചകൻ, ഈ പെരുങ്കള വഞ്ചകൻ, ഈ പെരുങ്കള വഞ്ചകൻ. അങ്ങനെ പച്ചക്കള്ളം കള്ളസാക്ഷി കൊണ്ടുവന്ന് ഹാജരാക്കിയില്ല ഇയാൾ നാദാപുരത്ത്. അങ്ങനെ ഓരോരുത്തർ കള്ളസാക്ഷി കൊണ്ടുവരിക. പിന്നെ എന്ത് ചെയ്തെന്നറിയോ? ഓച്ചറപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു മജ്ദൂബായ ഒരാളുണ്ട് എന്ന് ആ നാട്ടുകാര് പറയുന്നു. ആ വ്യക്തിയുടെ മക്ബറ, ആ മക്ബറയെ പരാമർശിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു അദ്ദേഹം അമുസ്ലിമാണ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ബാപ്പന്റെ പേര്, ഉമ്മാന്റെ പേര്, അതുപോലെ തന്നെ സഹോദരിമാരെ, ഭാര്യയുടെ, മക്കളുടെ, അങ്ങനെ ബന്ധപ്പെട്ടവരുടെ മുഴുവൻ പേരുകൾ അടക്കം പറഞ്ഞ് വിശദമായി ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോ ഇപ്പൊ മിണ്ടുന്നില്ല മൗലവി. ഒരു മനുഷ്യനെ പിടിച്ച് കാഫറാക്കിയ മൗലവി ഇപ്പൊ മിണ്ടുന്നില്ല. അതിനെന്താ ചെയ്ത്? അതിന്റെ ഔറത്ത് മറക്കാത്ത ഒരു പെണ്ണിനെയായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്, എന്നിട്ട് അവളെയായിരുന്നു ഹാജരാക്കിയത്. അങ്ങനെ ഓരോ കള്ളസാക്ഷികളെ ഹാജരാക്കിയിട്ട് എങ്ങനെയുണ്ട് പേരോടിനെ പരാജയപ്പെടുത്താൻ, എങ്ങനെയുണ്ട് സുന്നികളെ പരാജയപ്പെടുത്താൻ മൗലവി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനും ഇപ്പൊ മറുപടിയില്ല. അങ്ങനെ മൂപ്പര ആദർശങ്ങളായി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. മൂപ്പർക്ക് ആദർശമുണ്ടോ? എന്ത് ആദർശമാണ് ഈ മൗലവിക്കുള്ളത്? ആദർശമുള്ളവനല്ലേ ആദർശം കൊണ്ട് നേരിടേണ്ടത്? വല്ല ആയത്തും തെളിവ് എന്ന പേരിൽ ഇദ്ദേഹം ഉദ്ധരിച്ചോ? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലേ. വല്ല ഉദ്ധരണിയും ഇദ്ദേഹം ഉദ്ധരിച്ചോ? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലേ.
ഇദ്ദേഹം ഈ ചീത്ത പറയുന്ന ആദർശം, അതിന് ഞാൻ മറുപടി പറയൽ എങ്ങനെ? എനിക്ക് കേൾക്കണോ? ഇനിയിപ്പോ പുതിയൊരു സാക്ഷിയെ കൊണ്ടുവന്നു, അതാണ് ആലിയസൻ. അതായത് സാക്ഷികളുടെ കൂട്ടത്തിൽ ഒരു പുതിയ സാക്ഷി, അയാളുടെ പേരാണ് ആലിയസൻ. ഞാൻ പറയുന്നതല്ല, അയാള് ഏത് നാട്ടുകാരനാണ് എന്നും അയാളെ പേരെന്താണ് എന്നും അയാള് തന്നെ കൊണ്ടുവന്ന് ആ അഭിമുഖത്തിൽ നിന്ന് കേൾപ്പിക്കുവാനെ. എൻ്റെ പേര് അലിയസൻ അലി എന്നാണ്, വാണിമേലാണ് എൻ്റെ സ്വദേശം. അയാൾ എന്നെ അയാളെ പേരും പറഞ്ഞു, അയാളെ സ്വദേശവും പറഞ്ഞു. ഇനി മൂപ്പര് ആ സ്വദേശം വാണിമേലാന്ന് പറഞ്ഞല്ലോ, ആ വാണിമേലിനെ പറ്റി മൂപ്പരെന്ന് പറയട്ടെ. സംഘടനയായിട്ട് വന്നല്ലോ നിങ്ങളെ അവിടെ എങ്ങനെ വാണിമേല് എല്ലാ സ്ഥലത്തും മുജാഹിദ് വരുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം വേരൂന്നിയ സ്ഥലമാണ് വാണിമേല് എന്ന മൂപ്പര് പറഞ്ഞത്. മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും കുതന്ത്രം പ്രയോഗിച്ച് അവിടെ എല്ലാ സുന്നികളിൽ നിന്നും സ്ഥലവും കാശും വാങ്ങിയിട്ട് കോളേജ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അങ്ങനെ കുറെ കൊല്ലങ്ങളോളം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം അവിടെ ആ കോളേജ് എന്ന് പറയുന്ന ബിൽഡിംഗിൽ പഠിപ്പിച്ചു. അങ്ങനെ ഈ വിനീതനായ ഞാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് വന്ന് വാണിമേലിൽ 10 ദിവസം ആദ്യം തന്നെ വഅദ് പറഞ്ഞു. പിന്നീട് പലപ്പോഴും വഅദ് പറഞ്ഞു. അവിടെ SSFന്റെ പ്രവർത്തകന്മാര് വളർന്നു. ആ SSFന്റെ പ്രവർത്തകർ വളർന്ന് അവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇനിയും ആ മദ്രസയിൽ കുട്ടികളാക്കുന്ന ഏർപ്പാടിന് നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ അവിടെയുള്ള SSFന്റെയും SYSന്റെയും പ്രവർത്തകന്മാർ വളരെയേറെ പ്രയാസപ്പെട്ടു. പാവപ്പെട്ട ഞാൻ അവർക്ക് ഒരു സ്ഥലം സംഘടിപ്പിച്ചു കൊടുത്തു. ആ സ്ഥലം വാങ്ങിയിട്ട് ഓല ഷെഡ് കെട്ടിയിട്ട് മദ്രസ തുടങ്ങി. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസ ആദ്യമായി വാണിമേലിൽ തുടങ്ങി. അതിന് ഷെഡ് കെട്ടിയിട്ട് മദ്രസ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദിനെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി. അണ്ടോൺ ഉസ്താദ് വരുമ്പോഴേക്ക് മുജാഹിദിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോയ ചില ആളുകളുടെ ചില ചെയ്തികൾ കാരണത്താൽ ആ ഷെഡിൽ ഞങ്ങൾക്ക് മദ്രസ തുടങ്ങാൻ കഴിഞ്ഞില്ല. അവിടെ അവർ സ്റ്റേ വാങ്ങി. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് ഞങ്ങളെ പ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം സ്റ്റേ വാങ്ങി. എന്നിട്ടോ ഞങ്ങൾ നടു റോട്ടുമ്മൽ വെച്ച് മദ്രസ തുടങ്ങി. ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് കുട്ടികളെ റോട്ടുമ്മൽ നിർത്തിയിട്ട് ഒരു പീടികയുടെ തിണ്ണയിലോ അതുപോലെ റോട്ടിന്റെ പാർശ്വത്ത് നിന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയും അക്ഷരവും പറഞ്ഞു കൊടുത്തിട്ട് മദ്രസ തുടങ്ങി. അൽഹംദുലില്ലാ, പിന്നീട് അവിടെ നിരന്തരം പ്രവർത്തിച്ചു. അവിടെ ചുറ്റുപാടുള്ള പ്രവർത്തകന്മാരും നമ്മളും പ്രവർത്തിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ ഇന്ന് 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒന്നാന്തരം 2-3 നിലയുള്ള കെട്ടിടവും മദ്രസയും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിഷേധിക്കാൻ കഴിയില്ല. ഇത് ഈ പാവപ്പെട്ട ഞാൻ സത്യവിശ്വാസികളായ ആളുകളുടെ സഹകരണത്തോടെ, മുഅ്മിനീങ്ങളുടെ സഹായത്തോടെ, അതിന് ഞങ്ങൾക്ക് സ്ഥലം തന്നവരുണ്ട്, അള്ളാഹുവിற்கு സ്വർഗം കൊടുക്കട്ടെ. അതിന് സഹായിച്ചവരുണ്ട്, അള്ളാഹുവിற்கு സ്വർഗം കൊടുക്കട്ടെ. ഇനി മൂപ്പര് വെറുതെ അയാൾ സെലഫി ആശയക്കാരനാണെന്ന് പറയുന്നു കേട്ടോളൂ. ഞാനൊരു സെലഫി ആശയക്കാരനല്ലാണ്, ഇവരൊന്നും കണ്ടിട്ടൊന്നല്ല നമ്മള്. ഞാനൊരു സെലഫി ആശയക്കാരനല്ലാതെ ഇവരൊന്നും കണ്ടിട്ടല്ല. മൂപ്പരതായാലും സെലഫി ആശയക്കാരനാണ് എന്ന് വ്യക്തമായല്ലോ. അള്ളയും റസൂലും പറഞ്ഞതിനെതിരെ ശുദ്ധമായ കളവ് ഈ സെലഫികൾ മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്തത് ആ സാധു മനുഷ്യൻ പെട്ടുപോയി. അള്ളാഹു നന്നാക്കട്ടെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നേ എന്നെ സംബന്ധിച്ച് മലപ്പുറത്തുള്ള പറഞ്ഞു കൊടുക്കാണ്. മലപ്പുറത്തൊക്കെ ഇയാള് പേരോട് വലിയ ജോറാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നതെന്ന് കേട്ടോളി എന്ന് വെച്ചവനെ പേരോട് ഇരുത്തലല്ല, അയാള് കളവേ പറയാറുള്ളൂ. കളവയാള് പറയും. അയാൾക്ക് ഇവിടെ അങ്ങനെ മലപ്പുറം ജില്ലയിലാണ് വലിയ കോളുള്ളത്. ഇവിടെ ഒന്നും അയാൾക്ക് ഒരു കോളും ഇല്ല, ഒരു മതിപ്പ് അയാളെ പറ്റി ആർക്കും ഇല്ല. മനുഷ്യനായാലും പൈസ ഉണ്ടാക്കിക്കാനല്ലാണ്, വേറെ ഒന്നുമില്ല. കേട്ടില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് അയാൾ മലപ്പുറത്തുകാർക്ക് പരിചയപ്പെടുത്തിയാണ്. മലപ്പുറത്തും മറ്റു പല സ്ഥലത്തും പോയി പ്രസംഗിക്കുന്ന എന്നെ ഈ അപമതിക്കാൻ വേണ്ടി, വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ആലിയസം പറഞ്ഞു കൊടുത്തതാണ്. ആലിയസം പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത്. മതിപ്പില്ല. എന്നാ മതിപ്പുണ്ടോ ഇല്ലേ? ഇവിടെയുള്ള മൗലവിമാരൊന്ന് പറയട്ടെ. മുജാഹിദ് മൗലവിമാർ സുന്നികൾ പറയണ്ട. സുന്നികൾ പറഞ്ഞിട്ട് അത് സുന്നികൾ പറഞ്ഞല്ലേ എന്ന് പറയണ്ട. ഒന്ന് വെച്ചു കൊടുത്താവൻ ഇബ്രാഹിം മൗലവി പറയുന്നത്. ഞാനിപ്പോഴുള്ളത് മുജാഹിദിന്റെ ഒരു പ്രവർത്തനം എന്നതാണ്. മുജാഹിദിന്റെ ആളാണ്. പറയട്ടെ. പേരോട് തന്നെ ഇപ്പൊ ഇങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉയർന്ന ചിന്താഗതിക്കാരനാണ് ലേശം
ചിലപ്പോ അയാൾക്ക് വേറൊന്നുണ്ട് പേരോട്. നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ യഥാർത്ഥത്തിൽ ഹിന്ദു എന്നാണ്, പക്ഷെ അടുത്ത് പെരുമാറി കഴിയുമ്പോൾ വളരെ സോഷ്യലായിട്ട് വളരെ ഹൃദ്യമായി മാറട്ടെ. മനസ്സിലായില്ലേ? വ്യക്തിപരമായിട്ട് നല്ല നല്ല മനുഷ്യരാണ്, ജീവിതം, വ്യക്തിത്വം, നല്ല ജീവിതം. നല്ല വ്യക്തിത്വം. ഇത്ര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇത്ര സ്ഥാപനങ്ങള് ഇപ്പൊ അവരെ കഴിച്ചു വെക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ഒരു കിബറോതൊന്നും അങ്ങനത്തെ യാതൊരു അഹങ്കാരവും ആക്കില്ല. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ പോയി ഒരു സംഗതി പറഞ്ഞാൽ ഇന്നാളിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാലൊക്കെ അയാൾ സഹായിക്കും. എത്ര പോലെ ഇതാണ്. എന്നെ പറ്റി ആൾക്കറിയാം. ദീൻ തന്നെയാണ്. പക്ഷെ ദീനിലെ മൂപ്പറെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദീൻ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ എന്നാലും ഒരു തെക്കവ അദ്ദേഹത്തെ നയിക്കുന്നുണ്ട്. അത് അന്ധമായ തെക്കുകയോ എന്നെനിക്ക് പറയാൻ കഴിയും. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വളരെ ബഹുമാനമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് വളരെ മതിപ്പാണ് എനിക്ക്. കാരണം അങ്ങനെയാണല്ലോ അവിടെ. കാരണം പാവപ്പെട്ട ഒരുപാട് കുട്ടികളൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ കൊള്ളുന്നവരാക്കി മാറ്റുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? മൗലവിക്ക് മതിപ്പാ. മൗലവി പറഞ്ഞിട്ടില്ല നിങ്ങള് എന്ത് സാധുക്കളെ സഹായിക്കുന്നുണ്ട്. ഞാൻ സ്വന്തം വകയെ സഹായിക്കുന്നതല്ല. ഞാൻ നേരത്തെ മൗലവി കാണിച്ചില്ലേ പിരിവെടുക്കുന്നത്? അങ്ങനെ പിരിവെടുത്തിട്ട് സഹായിക്കുന്നതാണ്. അത് എന്റെ കീശയിലുണ്ടെങ്കിലല്ലേ സഹായിക്കാൻ കഴിയുള്ളൂ. അതാ കീശയിലിട്ട് മൗലവി സുർമോട് പോലെ കണ്ണിലാടുവാൻ തോന്നുന്നുണ്ട്. സഹായിക്കണ കീശയിൽ എടുത്തു കൊടുക്കണ്ടേ, അല്ലെ മേശന്ന് എടുത്തു കൊടുക്കണ്ടേ? അതിനായി കീശയിലിടുന്നത്. അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. മൗലവി പറഞ്ഞില്ലേ അയാളും ഒരു സുന്നി പ്രവർത്തകനും കൂടി അടുത്തെന്റെ അടുത്ത് വന്നു. നമ്മളൊരു സജീവ സുന്നി പ്രവർത്തകൻ, ഇയാളും കൂടി വന്നു. എന്നിട്ട് ഒരു പാവപ്പെട്ട ആളെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു സുന്നി പ്രവർത്തകനും ഇയാളും ഒന്നായിട്ടാ വന്നത്. ഞാൻ എന്ന അയാളോടെങ്കിലും സുന്നി പോരുന്ന അയാൾ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ദേവത്വം നടത്തിയിട്ടുണ്ട് ഈ മൗലവിന് തന്നെ. നമുക്കിതാ എല്ലാരെയും സുന്നത്തെ ജമാഅത്തിലേക്ക് ക്ഷണിക്കലല്ലേ നമ്മളെ പരിപാടി. ഈ ആലിയസും സാധു അള്ളാഹു അദ്ദേഹത്തെ നന്നാകട്ടെ. അയാള് ഞാനുമായിട്ട് ഇന്ന് വരെ ഒരു വാക്ക് സംസാരിച്ചില്ല. എന്റെ കൂടെ ഒന്ന് ഇരുന്നിട്ട് 2 വാക്ക് സംസാരിക്കേണ്ട അയാള് ഇന്ന് വരെ ഞാനും അയാളൊരു സംസാരിച്ചില്ല. ഇയാളെ ഞാൻ മുമ്പ് എവിടുന്നോ അറിയാതെ കണ്ടുപോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനും അയാളായിട്ട് എന്തെങ്കിലും ഒന്ന് ബന്ധപ്പെടേണ്ട അയാൾ എന്നെ പഠിക്കണമെങ്കിൽ. പിന്നെ മൂപ്പരെന്താ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. വാണിമേൽ തന്നെ സ്ഥാപനം ഉണ്ടാക്കി. വാണിമേൽ സുന്നിയൊക്കെ മദ്രസയിലായിരുന്നു, അതിനുണ്ടാക്കി. പിന്നെ അതിന് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ആളുകളോട് വാങ്ങിയിട്ടുണ്ട്, മറ്റുള്ളവരും പിരിച്ചിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്, നന്നിട്ടുണ്ട്. ഇത് സ്ഥാപനം ഉണ്ടാക്കി. പിന്നെ കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. സിറാജുലുദ്ദീന്റെ ഡോക്യുമെന്ററിക്ക് കണ്ടാ നല്ലതാ. അപ്പൊ കുറെ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഞാൻ ചെയ്ത വലിയൊരു തെറ്റ്. അന്ന് വെച്ചോട്ടാ മോനെ, ഇഷ്ടംപോലെ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലത്ത്. ഒന്നും കാരണം പാവങ്ങളെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കലാണ് അവന് പണി. കാരണം വിശ്വാസപരമായി തെറ്റിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അവരെ പണി. അതുകൊണ്ടാണ് നമുക്കൊന്നല്ല ചോദിക്കാൻ പറ്റും. വിശ്വാസപരമായി തെറ്റിക്കാന്ന് പറഞ്ഞാല് തെറ്റിക്കാതെ മുജാഹിദീങ്ങളെ അതിലൊന്ന് തെറ്റിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് മെയിനായിട്ട് പണി. അത് വളരെ ശരിയാ പറഞ്ഞു. എന്റെ മെയിനായിട്ടുള്ള പണി അത് തന്നെയാണ്. എന്ത് വിശ്വാസപരമായി പെട്ടുപോയ ആളുകളെ അതിൽ നിന്ന് തെറ്റിച്ചിട്ട് സത്യത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ എന്താണ്? സ്ഥാപനം ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്ഥാപനം ഉണ്ടാക്കി. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയില്ല, അത് ശരിയാണ്. അത് ആര്യ പറഞ്ഞ നേര് നമ്മൾ കളവാന്ന് പറയാൻ പാടില്ല. നമ്മളെ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അത് അയാൾ പറഞ്ഞ നേരാണ്. സ്ഥാപനം ഉണ്ടാക്കിയുള്ളത് നേരാണ്. പക്ഷെ മൗലവി പറഞ്ഞ കീശയിൽ പൈസ ഇട്ടു എന്നാണ്. ഏതായാലും ആലിയസിന് മനസ്സിലായി അതൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. അത് നല്ല തന്നെ. പിന്നെ ഇനിയൊന്ന് കേൾക്കണോ എന്നെ പറ്റി? ഇയാൾ വെറുതെ കളവ്, പച്ചക്കളവ്. എന്താണ്? ഞാൻ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കുന്ന വലിയ ആലിമീങ്ങളെ കൂട്ടത്തില് ഒന്നാണ് കണ്ണിയത്ത് ഉസ്താദ്, കീഴന ഉസ്താദ്, അതുപോലെ ഓക്കെ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വഫാത്തായി പോയ ഉസ്താദ്. ആ ആലിമീങ്ങൾ പലരും എന്റെ ഉസ്താദിന്റെ ഉസ്താദ്മാരും ഞാൻ വളരെ ആദരിക്കുന്നവരുമാണ്. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉള്ളാളം തങ്ങള്, AP ഉസ്താദ്, അതുപോലുള്ള ആലിമീങ്ങൾ. ഒരൊറ്റ ആലിമിനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ സെലഫിനെ വെല്ലുവിളിച്ചതാണ്. കീഴന ഉസ്താദിനെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് സെലഫി പറഞ്ഞപ്പോ ഞാൻ ഈ 6 ഖണ്ഡനത്തിൽ വെല്ലുവിളിച്ചതാണ്. ഒരു രേഖ കൊണ്ടെത്തരാൻ കഴിയുമോ? എന്റെ പ്രസംഗങ്ങളൊക്കെ CD ഉണ്ട്, കേസറ്റ് ഉണ്ട്. CD ഇറങ്ങുന്നതിന്റെ മുമ്പുള്ള കാലത്ത് കേസറ്റ് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു കേസറ്റ് തെളിയിക്കാൻ കഴിയുമെന്നിട്ട് ഇന്ന് വരെ എന്റെ ഒരു ഓഡിയോ കേസറ്റോ വീഡിയോ കേസറ്റോ അല്ലെ CD ഏതെങ്കിലും ഒന്ന് ഇന്ന് വരെ സെലഫിയും മുജാഹിദുകളും മുഴുവനും തെരഞ്ഞു നോക്കിയിട്ട് ഇന്ന് വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഞാൻ കീഴന ഉസ്താദിനെ കുറ്റം പറഞ്ഞൊരു വാക്ക്. അവർക്ക് എന്നല്ല വേറെ ആർക്കും തെളിയിക്കാൻ കഴിയില്ല. അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. കീഴന ഉസ്താദിനെ ഞാൻ നിസ്സാരപ്പെടുത്തി സംസാരിച്ച, കുറ്റം പറഞ്ഞ് സംസാരിച്ച ഒരു വാചകം. പക്ഷെ ഇയാള് മലപ്പുറത്തുള്ള ആളോട് പറഞ്ഞു കൊടുക്കുന്നത് മരിക്കുന്നവരെ എന്റെ പണി എന്താ? അയാൾ പറയുന്ന ഒന്ന് കേട്ടോളി.
ഈയന ഉസ്താദിനെ മരിക്കുന്നവരെ കുറ്റം പറയല അയാൾക്ക് പണി. അതിന്റെ പേരിലാണ് നാദായത്തുനിന്ന് അയാൾക്ക് അടി കിട്ടിയത്. എന്നിട്ട് കിയന ഉസ്താദ് മരിച്ചിട്ട് ഫസ്റ്റ് കൊല്ലം കിയനെ ആണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇയാളെന്നെ അവസാനം നാദായത്തുനിന്ന് ഓടിച്ചതാ. പിന്നെ ശരി അവിടെ പൈസ ഉണ്ടാക്കാലോ. കേട്ടില്ലേ ഇയാള് പറഞ്ഞൊക്കെ കേട്ടില്ലേ? മരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കുറ്റം ഇങ്ങക്ക് കിട്ടൂലേ കൊണ്ടുതരാനും? ഒറ്റൊരു കുറ്റം എവിടുന്നെങ്കിലും പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരൂ. ഞാൻ കിയൻ ഉസ്താദിനെ കുറ്റം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? എനിക്ക് നാദാവരത്തിന് അടി കിട്ടി. എന്നാ നാദാവരത്തിന് അടി താനേ കിട്ടൂലല്ലോ, അടിച്ച ഒരാളുണ്ടാവുമല്ലോ. നാദാവരത്ത് എന്നെ അടിച്ച ഒരാളുണ്ടാവൂലേ? അടിച്ച ആളെ പേരൊന്ന് പറ. എന്നെ അടിച്ച ഒരാളെ പേര്, നാദാവരത്തുള്ള ഒരാളെ പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് അടിച്ചുകൊണ്ടിരുന്നേ. മറിച്ച് നാദാവരത്തുനിന്ന് കിയൻ ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് എന്നെ അടിച്ച ഒരൊറ്റ മനുഷ്യന്റെ പേര് ദുനിയാവിലെ മുഴുവൻ മുജാഹിദീങ്ങളെ വെല്ലുവിളിക്കുന്നു. ഉണ്ടേ കൊണ്ടുവാ ഒറ്റ മനുഷ്യന്റെ പേരുവാ എന്നെ അടിച്ച ഒരാളെ. പിന്നെ ഇനി ഞാൻ രണ്ടാമത് വെല്ലുവിളിക്കുന്നത് കിയൻ ഉസ്താദ് വഫാത്തായതിനു ശേഷം, അതിന് മുമ്പാണ്ടേക്കൂലോ, വഫാത്തായതിനു ശേഷം ഇന്ന് വരെയായി കിയൻ ഉസ്താദിന്റെ ആണ്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഇന്ന ആളോട് ഇത്ര പൈസ വാങ്ങിന്ന് ഒരു വ്യക്തിന്റെ പേര് ഏതെങ്കിലും ഒരു മുജാഹിദ് പറയോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. നമുക്ക് അവിടെയാണ് ആൺകുട്ടികളുണ്ടോ എന്ന് പരിശോധിക്കലപ്പോഴാ. മുജാഹിദിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടേ കൊണ്ടുപോവാ. കിയന ഉസ്താദിന്റെ ആണ്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു പൈസയെങ്കിലും ഒരാളോട് പിരിവെടുത്തത്. ഇനി എന്താ പറഞ്ഞത്? അതുകൊണ്ട് എന്നെ നാദാവരത്ത് ഓടിച്ചതാണ്. എന്തെങ്കിലും ആര്യാസം നേരത്തെ പറഞ്ഞ് ഒരുപാട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഓട്ടത്തിൽ ഉണ്ടാക്കിയതായിരുന്നു. നാദാവരത്ത് ഓടിച്ചതാണ്. ഇതേ ആലിയസം പറഞ്ഞ 2 കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട് നാദാവരത്ത്, വേറെ 2 പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, 2 അല്ല അതിലധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊട്ടെ 2 പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയോ 2500ഓളം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. വാണിമേലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. മുജാഹിദിന്റെ കുട്ടികൾ എത്രയോ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരാഴ്ച മുമ്പ് എന്റെ അടുത്ത് മുജാഹിദിന്റെ മോനാ കുറ്റിയാടിയാ, എന്റെ അവിടെ പോയിട്ടാ പഠിച്ച്. എന്ന് അതിന് മുമ്പ് ഞാൻ നിസ്കാരം തുടങ്ങി അവിടെ വന്നതിന് ശേഷം കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റിയാടിയുള്ള കുട്ടിയാണ്. വേണ്ടി വന്നാൽ ഞാൻ കുട്ടിയെ തന്നെ കാണിച്ചു തരും. സ്ഥാപനത്തിൽ ചേർക്കും കുട്ടികളെ പഠിപ്പിക്കാനാ ചേർക്കുന്നത്, നന്നാക്കാനാ ചേർക്കുന്നത്. ഏത് കുട്ടി വന്നാലും ആ കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കാന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ സ്ഥാപനം ഉണ്ടാക്കി ഒരുപാട് ഇത് ആര്യാസം പറഞ്ഞു. ഇയാൾ എന്നെ ഒരു നാദാവരത്ത് ഓടിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടുന്ന ഓട്ടത്തിനുണ്ടാക്കിയ സ്ഥാപന. അതിന് ആലിയസിനെ പറ്റി ഞാൻ എന്തോ പറഞ്ഞോ? ഞാൻ പറഞ്ഞു ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന്. മാന്യ വ്യക്തി എന്നാ ഞാൻ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ആലിയസിനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ്. ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ്. ഇനി ആലിയസൻ എന്നെ പറ്റി പറഞ്ഞോട്ടോളി. ഞാൻ ആലിയസിനെ പറ്റി പറഞ്ഞു മാന്യ വ്യക്തി. പേരോട് ഇരുത്തലല്ല, അയാൾ കളവേ പറയാറുള്ളൂ. കളവയാൾ പറയും. അത് ഇയാൾ പേരോടിന്റെ പ്രസ്താവന 100% കളവാണ് അയാൾ പറയുന്നത്. അത് എന്നെ വെച്ചുകൊണ്ട് അത് പറയേണ്ട യാതൊരു കാര്യമില്ല. 100% കളവാ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലിയസനോട് ചോദിക്കട്ടെ, നിങ്ങളെ സംബന്ധിച്ച് ഞാനൊരു മാന്യ വ്യക്തി എന്ന് പറഞ്ഞ കളവാ? പിന്നെ 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 നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഞാൻ പറഞ്ഞത് സത്യം ആലിയസനും അറിയാം. പിന്നെ അയാൾ എന്തിനാ 100% കളവാ പറഞ്ഞെന്ന് സെലഫിക്ക് വേണ്ടി അഭിമുഖത്തിൽ പറഞ്ഞു കൊടുത്തത് എന്തിനാ? എന്താ കാരണം അറിയോ? നേതൃത്വത്തെ ധിക്കരിക്കൽ ഏറ്റവും വലിയ തെറ്റാണ് എന്നൊരു ആശയമുണ്ട് ഇയാൾക്ക്. ആര്യാസം പറയുന്നത് നേതൃത്വത്തെ ധിക്കരിക്കലാണ് ഏറ്റവും വലിയ തെറ്റുന്ന. എന്നാ ഞാനൊന്ന് പറയട്ടെ, നേതൃത്വം കളവ് നടത്തിയാൽ, നേതൃത്വം അസത്യം പറഞ്ഞാൽ, നേതൃത്വം തെറ്റായ കാര്യത്തിന് മുതിർന്നാൽ അത് അംഗീകരിക്കലാ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ തെറ്റും ശരിയും നോക്കാതെ 100% കളവ് പറഞ്ഞു എന്ന് നേതൃത്വത്തിന് വേണ്ടി പറയാണ്. നേതൃത്വം പറഞ്ഞാൽ ധിക്കരിക്കൽ ഏറ്റവും വലിയ തെറ്റാണ് ഈ മൗലവിമാര് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. എന്നാൽ ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. പടച്ച റബ്ബിന് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പടപ്പിനെയും സ്വീകരിക്കാൻ പറ്റൂല, അനുസരിക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ അനുസരിക്കാൻ പറ്റൂല. അള്ളാഹുവിൽ വിശ്വാസം വേണം. സർവ്വ മുജാഹിദും മനസ്സിലാക്കണം,
അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം വേണം. അല്ല മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അല്ല മാത്രമേ തടയുന്നവനുള്ളൂ. അല്ല തന്ന നാവാണ്, അല്ല തന്ന കാതാണ്, അല്ല തന്ന കണ്ണാണ്, അല്ല തന്ന ഹൃദയമാണ്, അല്ല തന്ന വയറാണ്, അല്ല തന്ന തൊള്ളയാണ്, അല്ല തന്ന കയ്യാണ്, അല്ല തന്ന കാലാണ്, അല്ല തന്ന ആരോഗ്യമാണ്, അല്ല തന്ന ശരീരമാണ്, അല്ല തന്ന ആത്മാവാണ്, അല്ല തന്ന വെള്ളമാണ്, അല്ല തന്ന ഭക്ഷണമാണ്, അല്ല തന്ന ഓക്സിജനാണ്. അല്ല തരുന്നവനാണ്, തന്നവനാണ്. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം. അതാണ് വേണ്ടത് മുജാഹിദുകളെ. നേതാക്കൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണമെന്ന് പറയുന്ന തത്വം അത് അല്ല പൊരുത്തപ്പെടുന്ന തത്വമല്ല. അല്ലാഹു പൊരുത്തപ്പെടുന്നത് നേതാക്കൾ പറഞ്ഞാൽ, അല്ല കൽപ്പിച്ചത് നേതാക്കൾ പറഞ്ഞാൽ അതനുസരിക്കണമെന്നത് ശരിയാണ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. സൃഷ്ടാവിന് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല. ഇത് സർവ്വ മുജാഹിദുകളും മനസ്സിലാക്കണം. ആഖിറത്തിലെത്തിയിട്ട് കൈ കടിച്ചിട്ട് കാര്യമില്ല. അത്അനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചതാണെന്ന് അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം പറയുന്നുണ്ട്. മൗലവിമാര് പഠിപ്പിച്ച ഒരു ആശയാണ് നേതൃത്വത്തെ ധിക്കരിക്കൽ ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നേതൃത്വം തെറ്റായ കാര്യം പറഞ്ഞാലും അംഗീകരിക്കണം എന്ന് ടി.പി. അബ്ദുള്ള കോയ മദനി മുജാഹിദിന്റെ പ്രസിഡന്റ്, അയാള് പറഞ്ഞ് തെറ്റു ശരി നിങ്ങൾ നോക്കണ്ട, പടച്ചോന്റെ അടുത്ത് എത്തുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവും, ജമിയത്തുൽ ഉലമ ഉണ്ടാവും, നിങ്ങൾ അവിടെ അള്ളാഹിനോട് പറഞ്ഞാൽ മതി, എന്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അത് ടി.പി. അബ്ദുള്ള കോയ മദനി അന്ന് കേൾപ്പിച്ചു കൊടുത്ത മോനെ. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. അപ്പൊ ടി.പി. അബ്ദുൽ ഖാദർ മദനി ഇങ്ങനെ പറഞ്ഞപ്പോ എന്തായാലും തെറ്റും ശരിയും നോക്കണ്ട, നേതൃത്വം പറയും പോലെ സ്വീകരിച്ചാൽ മതി, ആഖിറത്ത് നമ്മളായിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. എന്നാ ഇനി ആലിയസന്റെ സ്ഥലത്തിനെ പറ്റി നമ്മളൊന്ന് പറയാ. അതിന്റെ സത്യാവസ്ഥ എന്താ? ആലിയസനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാൻ ഞാൻ പറഞ്ഞത് ശരിയാണ്. അത് കേട്ടോളികള് ആദ്യമായിട്ടൊന്ന് കേട്ടോളി. അയാൾ ആ സ്ഥലത്തിനെ പറ്റി ഒന്ന് വിശദീകരിക്കട്ടെ, ഒന്ന് കേട്ടോളി. ഈ 2-3 വർഷം മുമ്പ് ഈ സ്ഥലം ഒരു പറമ്പായിട്ട് കിടക്കുകയും അതിനുശേഷം ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ സാങ്ഷനാക്കി അങ്ങനെ ഓപ്പണായിട്ട് കിടന്ന അവസരം അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും 2-3 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അയാളിപ്പോ പറഞ്ഞതറിയോ, 2-3 വർഷം മുമ്പ് പറമ്പിലുള്ള സാധനം മുറിച്ച് മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ സാങ്ഷൻ ആക്കി. പിന്നെ എല്ലാ മതസംഘടനയുടെ ആളുകളും അവിടെ പരിപാടി വെച്ചു. കളവാണേ, നമ്മൾ ഇതുവരെ അവിടെ പരിപാടി വെച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു മതസംഘടനയുടെ ആൾ തന്നെയല്ലേ, നമ്മൾ വെച്ചിട്ടില്ല. എല്ലാവരും ഇതിനെ തെറ്റാണ്. പിന്നെ അവിടെ എല്ലാ ദിവസവും പരിപാടി, അത് തെറ്റാട്ടോ കളവാട്ടോ, എല്ലാ ദിവസവും അവിടെ പരിപാടി ഉണ്ടായില്ല. ചില ദിവസങ്ങളെങ്കിലും എങ്ങാനും പരിപാടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അയാൾ എന്താ പറഞ്ഞ്, പിന്നെ അയാൾ പറഞ്ഞ് 2-3 കൊല്ലം മുമ്പ് അതിന്റെ ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ സാങ്ഷനാക്കി. അത് ശരിയായിരിക്കും, നമുക്കറിയുന്ന കാര്യമില്ല, അത് അയാളെ കാര്യമാണ്. പിന്നെ അയാൾ പറഞ്ഞു ഇങ്ങനെ അവിടെ പരിപാടി വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. അതില് പരിപാടി വെക്കുന്നു പറഞ്ഞത് ശരിയാണ്, പക്ഷെ എല്ലാം എന്ന് പറഞ്ഞത് ശരിയല്ല. ബാക്കിയൊക്കെ അയാൾ പറഞ്ഞത് ശരിയാണ്, ശരിയാന്ന് തന്നെ പറയണ്ടേ. പിന്നെ എന്താണ് അയാളെ പോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണ് അയാൾ പറയുന്നത്, പിന്നെ അയാൾ പറയുന്നത് ഇയാൾ ഈ സ്ഥലം വേലി കെട്ടി മുട്ടിക്കാൻ കാരണം എന്താണ്, ഒരു കാരണം പറയണ്ടേ ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞ കളവാണെന്ന് വരുന്ന രൂപത്തിൽ ഒരു കാരണം അയാൾ പറയുന്നത് കേട്ടോളി അഭിമുഖത്തിൽ. പിന്നെ അയാൾ ശരിയായ കാരണം പിന്നെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പിന്നെ ഗമിച്ചു. അപ്പൊ അതൊന്നും ആദ്യം കേട്ടോളി. അതിനിടയിൽ ഞാൻ ബിൽഡിംഗ് പണിയണമെന്ന് ഉദ്ദേശത്തില് എന്ത് ചെയ്തു, ഒരു 2 മാസം 3 മാസം മുമ്പ് ആ സ്ഥലം എന്ത് ചെയ്ത് മതിൽ കെട്ടി മുള്ളിൽ വെച്ച് മുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹുസൈൻ സലഫിയുടെ പരിപാടി അവിടെ വരാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നുമല്ല അവിടെ ഇങ്ങനെ അത് അവിടെ ബ്ലോക്ക് ചെയ്തു. അപ്പോ അയാൾ അത് ബ്ലോക്ക് ചെയ്ത് മുട്ടിച്ചത് മറ്റൊന്നിനുമല്ല. പിന്നെ എന്തിനാ അയാൾ മുട്ടിച്ചത് എന്ന് അയാൾ പറയുന്നത് അവിടെ ബിൽഡിംഗ് പണിയണമെന്ന് ഉദ്ദേശിച്ചിട്ട് 2-3 മാസം മുമ്പ് ഞാൻ അങ്ങനെ ചെയ്താണ്. മാസം ഇപ്പൊ എത്രയായി, ഇപ്പൊ തികഞ്ഞി.
മാസം എത്രയോ ആയി, എന്നിട്ട് ഇതുവരെ ബിൽഡിംഗ് ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പണി തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലല്ലോ. കുഴി കുഴിച്ചോ? കുഴിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും സാധനം ഇറക്കിയോ? ഇറക്കിയിട്ടില്ലല്ലോ. ഇന്നുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഉദ്ദേശിച്ച് അയാള് ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞല്ലേ അത്? എന്നാ നിങ്ങൾ ശരിക്ക് ആലിയസന്റെ നാവുമെന്ന് എന്നെ കേട്ടോളി. എന്നാ ആലിയസൻ തന്നെ പറയുന്നു വെച്ചു കൊടുത്താ മോനെ. ആലിയസൻ പറയട്ടെ എന്തിനാണ്? എന്റെ കാലത്തുനിന്നായിരുന്നു അവിടെ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയത് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് കെട്ടി മുട്ടിച്ചതാണില്ല. ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ? ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഞാനത്. ഇപ്പൊ കേട്ടില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാരും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ അങ്ങനെ കെട്ടിമുട്ടിച്ചതാണ് എന്നാ ഇപ്പൊ പറഞ്ഞ്. അപ്പൊ ഈ ചോദിക്കുന്ന ആള് ചോദിച്ചു ആരും പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ടല്ലേ? വളരെ ആരും പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് കെട്ടിമുട്ടിച്ചതാണ്. ഇയാളെന്തേ നേരത്തെ പറഞ്ഞ് ബിൽഡിങ്ങിന്റെ പണി തുടങ്ങേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്താ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞത് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആരും തന്നെ സെൽഫി വെട്ടിട്ടില്ലേ? ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സെൽഫിയും വെട്ടില്ലേ? അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സെൽഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ, സെൽഫി ചവിട്ടരുത് വിചാരിച്ചിട്ട് എന്നല്ല ഞാൻ പറഞ്ഞു, സെൽഫി ചവിട്ടാതിരിക്കാനും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സെൽഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ പേര് കെട്ടിമുട്ടിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ വാചകം ഇൻഷാല്ലാഹ് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആലിയസൻ തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവർ എന്റെ പേരിൽ കള്ളം പറയാം. അതെന്താണ്? ആലിയസൻ തന്നെ പറയുന്നത് ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് ഞാൻ മുള്ളുവേലി കെട്ടി മുട്ടിച്ചു എന്നാണ് പേരോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ വാചകം ഇൻഷാല്ലാഹ് കേൾപ്പിക്കും. അത് വെച്ചു കൊടുത്താവനെ. എന്റെ മുമ്പ് എന്നോട് ചോദിക്കാണ്ട് ഫോട്ടോ എടുത്താളിഞ്ഞു. ഞാൻ അടുത്തായിട്ട് പേരോട് ഉസ്താദിന്റെ ഒരു കേസറ്റില് സത്യം പറഞ്ഞ ഒരു ഈ കേസറ്റ് എന്റെ സ്ഥലത്തിന്റെ ഒരു ഈ മുള്ളുവേലി കെട്ടിയ ആ സ്ഥലവും പേരോടിന്റെ പ്രഭാഷണത്തിൽ അത് ഞാൻ ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് അവിടെ മുള്ളുവേലി കെട്ടി അവരെ ഹുസൈൻ സലഫിന്റെ പരിപാടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അവിടെ വേലി കെട്ടി മുട്ടിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ സത്യമായിട്ട് പറയാ എന്നോട് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ എന്റെ സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുകയും അത് CD യിൽ പകർത്തുകയും ചെയ്തിട്ട് അവര് വളരെ പൊതുവേ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല. എന്നോട് ഒന്നും ഒരു വിവരവും ഞാൻ അറിയില്ല. ഞാൻ ഈ CD കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വിഷയം തന്നെ ഞാൻ അറിയുന്നത്. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇയാൾ എന്റെ പ്രസംഗം കേൾക്കില്ല എന്ന് മനസ്സിലായി. ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രസംഗം കേട്ടിട്ട് മറുഭാഗത്തിന്റെ ഒരു പ്രസംഗവും CD കേൾക്കാതെ നടന്ന ആളാണെന്ന് അതുകൊണ്ട് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു നിഷ്പക്ഷമതിയാണ് കേൾക്കണ്ടേ. ഇനി പിന്നെ എന്താ അയാൾ പറഞ്ഞത്? ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് ഞാൻ മുള്ളുവേലി കെട്ടി മുട്ടിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഒരു വാചകം എന്റെ പ്രസംഗത്തിൽ കേൾപ്പിച്ചു തരുമോ? ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് ഞാൻ മുള്ളുവേലി കെട്ടി എന്നൊരു വാചകം. ഹുസൈൻ സലഫിക്ക് എതിരോ അനുകൂലോ നോക്കേണ്ട ആവശ്യം എനിക്കെന്താ? മനസ്സിലുള്ള എനിക്ക് കാണാൻ കഴിയില്ല. രൂപമാണ് ഞാൻ പറഞ്ഞത്. ചവിട്ടരുത് എന്ന രൂപത്തിൽ, ചവിട്ടരുത് എന്ന രൂപത്തിൽ ഞാൻ കേൾപ്പിച്ചു തരും. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൗലവിമാരെ പോലല്ല, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചേ സംസാരിക്കൂ. അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും പറയില്ല. പക്ഷേ ഇത് ഈ ആലിയസിന് പറഞ്ഞു കൊടുത്താരാ? അത് സെലഫി കള്ളം പറഞ്ഞാണ്. സെലഫി പറയുന്നത് സ്ഥലത്തിന്റെ ഉടമക്കടക്കം അങ്ങനെ ഒരു വാചകയെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് വെച്ചു കൊടുത്താ സെലഫിന്റെ കള്ളത്തരം. മൗലവിയുടെ കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും എന്നൊക്കെ പറഞ്ഞ പറയുന്നുണ്ട്. അതൊക്കെ ഈ സ്ഥലത്തിന്റെ ഉടമക്കടക്ക ആളുകൾക്കാണ് മനസ്സിലായപ്പോ സ്ഥലത്തിന്റെ ഉടമക്കടക്കം എന്ന് എന്റെ പ്രസംഗത്തിൽ നിന്ന് കേൾപ്പിക്കാൻ കഴിയോ? അപ്പൊ അത് പച്ചക്കള്ളം സെലഫി പറഞ്ഞാണ്. അത് കേട്ടിട്ടാണ് ഈ ആലിയസനും പറഞ്ഞത്. ആലിയസൻ എന്നാ എന്റെ CD ഒന്നും വരെ കേട്ടോക്കണ്ടേ? ഞാൻ എന്താ പറഞ്ഞത് കേട്ടോക്കണ്ടേ? അങ്ങനെയല്ലോ നിഷ്പക്ഷമായ പഠനം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ വാചകം ഒന്ന് വെച്ചു കൊടുക്കുമോനെ. അല്ലെങ്കിൽ നോക്ക്, സ്ഥലത്തിന്റെ ഉടമക്കടക്കമൊന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളി. അതുപോലെ തന്നെ സെലഫിക്കെതിരായിട്ട് ഈ ആലിയസൻ വേലി കെട്ടിമുട്ടിച്ചു എന്ന് ഞാൻ പറയുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോളി. ഒന്നുകൂടി സെലഫി ഒന്നും കൂടി പറയുന്നുണ്ട്. എന്താണ്? സെലഫി കയറണ്ടെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞോ? അയാൾക്ക് അങ്ങനെ വിചാരമുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ തിരിയാ? അയാളെ മനസ്സിലുള്ള കാര്യം പറയാൻ കഴിയും എനിക്ക്. അപ്പൊ അതും എന്റെ പേരിൽ കളം പറഞ്ഞാണ് സെലഫി. അത് വെച്ചു കൊടുത്താ ആ സ്ഥലത്തിന്റെ ഉടമയത അവിടെ വേലി കെട്ടിയിരിക്കുന്നു. എന്തിന്? സലഫി ചവിട്ടി പോകരുതെന്ന് വിചാരിച്ചിട്ട്, ഞാൻ കേറരുതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിചാരിച്ചിട്ട് എന്റെ വാചകത്തിലുണ്ടോ നിങ്ങൾ നോക്കിക്കോളി. ഇവര് ഒന്ന് ആലിയസം പറഞ്ഞ വാചകം, അത് സെലഫിക്കെതിരായിട്ട് ഞാൻ മുള്ളുവേലി കെട്ടി, ആലിയസം മുള്ളുവേലി കെട്ടി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. ആ വാചകം ഉണ്ടോ നോക്കിക്കോളി. മറ്റൊന്ന് പറഞ്ഞത് സ്ഥലത്തിന്റെ ഉടമക്കടക്കം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വാചകത്തിലുണ്ടോ നോക്കിക്കോളി. പിന്നൊന്ന്
വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കോളി, ഒന്ന് വെച്ചു കൊടുത്തവൻ എന്റെ വാചകം ഒന്ന് വെച്ചു കൊടുക്ക്. നിങ്ങളുടെ സ്ഥിരം ഗണ്ണനവും ചീത്ത പറയലും തെറി പറയലും കളവ് പറയലും കബളിപ്പിക്കലും തട്ടിപ്പുകളും അട്ടിമറികളും ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ച് ഈ രാജ്യത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകളിൽ മനസ്സിലായപ്പോ ഇനിമേലിൽ സെലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ സ്ഥലം മുള്ളുവേലി കെട്ടി ബന്ധാക്കി നിഷേധിക്കാൻ കഴിയോ? കണ്ടോ, സെലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ വിചാരിച്ചിട്ട് വിചാരം ഒരാളെ മനസ്സിലുള്ള എനിക്ക് പറയാൻ കഴിയില്ല, രൂപയെ പറയാൻ കഴിയുള്ളൂ. ആ രൂപം ശരിക്കും വ്യക്തമാണ്, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. പരിപാടി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് മാറ്റി, പോലീസ് സ്റ്റേഷന്റെ ഭാഗത്താണെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേലി കാണിക്കുന്നുണ്ട്, വേലിമല ബോർഡറക്കം കാണിക്കുന്നുണ്ട്. നമ്മള് രൂപം അങ്ങനെ തന്നെയല്ലേ ഉള്ളത്, സെൽഫി ചവിട്ടുന്നുള്ള രൂപത്തിൽ തന്നെയല്ലേ. പിന്നെന്താണ്, മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? ബോധ്യപ്പെട്ടിട്ടുണ്ട്, ആര്യസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ പിന്നെ കാണിക്കൂ. പിന്നെ ഞാൻ പറഞ്ഞുതരൂ, സെൽഫി ചവിട്ടരുത് എന്നുള്ള വിചാരം ഇയാൾക്കുണ്ട് എന്നുള്ള ഇപ്പൊ നമുക്ക് മനസ്സിലായത്. ഞാൻ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല, അയാൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമുക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞപ്പോ മനസ്സിലായി. അയാൾ എന്തേലും പറഞ്ഞത്, ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ആരും നിലയിൽ സെൽഫിയും പെട്ടില്ലേ? ഇപ്പൊ പരിപാടി നടത്തുന്ന വിചാരിച്ചിട്ടാണെന്ന് അയാൾ പറഞ്ഞിപ്പോ, ഞാനല്ല പറഞ്ഞു. ഒന്ന് വെച്ചുകൊടുത്തവനെ, ഒന്നുകൂടി വെച്ചുകൊടുത്തത് നേരത്തെ വെച്ചാണ് നടത്തുന്നായിരുന്നു അവിടെ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കിയത്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് കെട്ടി മുടിച്ചതാണ്. ഇല്ല ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ? ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഞാനത്. ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാണ് അയാളെ വിചാരം. നമുക്കിപ്പോ മനസ്സിലായി, അയാൾ പറഞ്ഞപ്പോ മനസ്സിലായി ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാണ്. നമ്മൾ പറഞ്ഞ രൂപം മാത്രമാണ്, രൂപം സെൽഫി ചവിട്ടരുന്നുള്ള രൂപമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ചവിട്ടിയിട്ടില്ല. ഞാൻ രൂപയെ പറഞ്ഞിട്ടുള്ളൂ, വിചാരം ഞാനെങ്ങനെ പറയാ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, അയാൾ എന്നെ തുറന്ന് നമ്മളോട് പറഞ്ഞ് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അയാൾ പറയുന്നത് എന്നോട് ചോദിക്കട്ടെ, ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞല്ലേ ഇത്. അയാളോട് ചോദിച്ചപ്പോ അയാൾ വിചാരം കൂടി അയാൾ പറഞ്ഞു തന്നു, ആരും ചവിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്.